ACCA ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട് നമ്മുടെ ACCA ക്വാളിഫിക്കേഷനിൽ. നിങ്ങൾ അതിനെ പറ്റി അറിഞ്ഞിട്ടുണ്ടാവും. അതിൽ കുറേ കാര്യം നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതുള്ള കാര്യമുണ്ട്. പ്ലസ് പുതുതായിട്ട് ഇപ്പോൾ കഴിഞ്ഞ വീക്സിൽ ACCA ഓരോ പേപ്പറിന്റെയും സിലബസ് കൂടി പുറത്ത് വിട്ടിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഒന്നുകൂടി നിങ്ങളുടെ ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കൺസിഡർ ചെയ്യുക. എന്തൊക്കെ ചേഞ്ചസ് ആണ് വരാൻ പോകുന്നത് എന്ന് നമുക്ക് ഒന്നുകൂടി ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ലൈവ് സെഷന്റെ ഈ ഒരു വെബിനാറിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സോ ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. എല്ലാം നമുക്ക് ഇന്നത്തെ ഒരു സെഷനിൽ കവർ ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് നമ്മുടെ അവൈലബിൾ സമയം 1 hour സമയം ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് 7:30 to 8:30 വരെ. ഈ സമയം കൊണ്ട് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ എന്ത് ചെയ്യാം, എങ്ങനെയാണ് ഇത് ചേഞ്ചസ് വരുന്നത്, അതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് നമുക്കൊന്ന് എന്ത് ചെയ്യാം, കൺസിഡർ ചെയ്യാം. ഓക്കെ. സോ നിങ്ങൾ എന്തായാലും ACCയുടെ ക്വാളിഫിക്കേഷനിൽ ചേഞ്ചസ് ഉള്ളത് അറിഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് അറിയാവുന്ന ചേഞ്ചസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എന്നോടൊന്ന് അൺമ്യൂട്ട് ചെയ്തിട്ടൊക്കെ ഒന്ന് സംസാരിച്ചേ. നമുക്കിതൊരു 2-way കമ്മ്യൂണിക്കേഷനിലൂടെ തന്നെ നല്ല രീതിയിൽ കൊണ്ടുപോകാം. ഒന്ന് പറഞ്ഞേ നിങ്ങൾക്ക് അറിയാവുന്ന ചേഞ്ചസുകൾ. കാരണം എന്നാൽ പിന്നെ ആ ഏരിയ കുറച്ച് ഫോക്കസ് ചെയ്യാതെ ബാക്കി വല്ലതും എക്സ്ട്രാ ഉള്ളത് എനിക്ക് സംസാരിച്ചാൽ മതിയല്ലോ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞേ. ഓപ്ഷണൽ പേപ്പർ 2 ഉള്ളത് 1 ആവാൻ പോകുന്നത്. ഓപ്ഷണൽ പേപ്പർ നമുക്കിനി 2 അതായത് P ലെവലില്, ഫൈനൽ ലെവലിൽ നമുക്ക് സ്ട്രാറ്റജിക് പ്രൊഫഷണൽ ലെവലിൽ നമുക്ക് 2 ഓപ്ഷണൽ പേപ്പേഴ്സ് എഴുതാനായിരുന്നു. അതിൽ 1 മാത്രം ഇനി എഴുതിയാൽ മതി. എക്സലന്റ്. ഓക്കെ. വേറെ ചേഞ്ചസ്? ഡാറ്റ അനലിറ്റിക്സ് കൊണ്ടുവരുന്നു. ഡേറ്റ അനലിറ്റിക്സ് എന്ന് പറയുന്ന ഒരു പേപ്പർ എക്സ്ട്രാ കൊണ്ടുവരുന്നുണ്ട്. ആ പേപ്പർ എന്താണെന്നും ആ പേപ്പറിൽ എന്താണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നതെന്നും അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എന്താണെന്നും നിങ്ങൾ കണ്ടിരുന്നോ? അതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. എല്ലാ പേപ്പേഴ്സിന്റെയും ഒരു സ്പെസിമെൻ പേപ്പറും അതിന്റെ ആൻസേഴ്സ് അടക്കം അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ACCA പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സോ അതൊക്കെ നിങ്ങൾ ഒന്ന് നോക്കണം എന്ന് നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഇന്നത്തെ വെബിനാർ എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ ഒരു വെബിനാർ വിളിച്ചു കൂട്ടി ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് കാണിക്കുമ്പോഴേ സ്റ്റുഡൻസ് അതിലോട്ട് ശ്രദ്ധിക്കാറുള്ളൂ. അല്ലെങ്കിൽ അത് ACCയുടെ പല അപ്ഡേറ്റും പോലെ ACCA നിങ്ങൾക്ക് എല്ലാവർക്കും മെയിൽ ചെയ്തിട്ടുണ്ട്. നമ്മളെല്ലാവരും ഈ കണ്ടിനെ പറ്റി ഗ്രൂപ്പുകളിൽ മെസ്സേജസ് അയച്ചിട്ടുണ്ട്. ബട്ട് എന്നാലും നമ്മുടെ ഡേ ടു ഡേ റൂട്ടീനിൽ തന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു സെഷൻ വിളിച്ചു കൂട്ടിയിട്ടില്ലെങ്കിൽ നമ്മളത് മിസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇന്നത്തെ ഒരു വെബിനാർ നമ്മൾ കണ്ടക്ട് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. അത് ഡേറ്റ അനലിറ്റിക്സിന്റെ പേപ്പർ മാത്രമല്ല, എല്ലാ പേപ്പേഴ്സിന്റെയും സിലബസ് ഗൈഡും സ്പെസിമെൻ പേപ്പേഴ്സും ACCA പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിലൂടെ എങ്ങനെ ആക്സസ് ചെയ്യാം, അതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, അതെങ്ങനെ യൂസ് ചെയ്യാമെന്നൊക്കെ നമുക്ക് ഇന്നൊന്ന് ഡിസ്കസ് ചെയ്യാം. വേറെ ചേഞ്ചസ് പറഞ്ഞ് നിങ്ങൾക്ക് അറിയാവുന്ന? സർ, EPSM-ന് പകരം വേറെ 5 മോഡ്യൂൾസ് ആണ് വരുന്നത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ. EPSത്തിന് പകരം വേറെ 5 മൊഡ്യൂൾ അല്ല, നമുക്ക് ഓരോ ലെവൽസിലും ഓരോ മൊഡ്യൂൾസ് ഉണ്ട്. ഓരോ ലെവൽസിലും നമുക്ക് ഓരോ മൊഡ്യൂൾസ് ആണ് വരുന്നത് കേട്ടോ. 5 മൊഡ്യൂൾ ഇല്ല. ഓക്കെ. പിന്നെയോ വേറെ അറിയാവുന്ന ചേഞ്ചസ്? ഇതൊക്കെ തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട ചേഞ്ചസ്. ഞാൻ ഇതിനൊരു സ്ട്രക്ചേർഡ് വേയിൽ നിങ്ങളുമായിട്ട് എന്ത് ചെയ്യാം, സംസാരിക്കാം. ഓക്കെ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻഫോഗ്രാഫിക് ACCA ഇതിനു മുൻപ് ഏറ്റവും ഫസ്റ്റ് അനൗൺസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാം. ACCA നമുക്ക് 3 ലെവൽസ് ആയിട്ടായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. ഏതൊക്കെ ലെവൽസ് ആണ്? നോളജ് ലെവല്, പിന്നെയോ പറഞ്ഞേ 3 ലെവൽസ്. നോളജ് ലെവല്, പ്രൊഫഷണൽ ലെവല്. ഇതിന്റെ നോക്ക് ഇവിടെ വേറെ തന്നെ ഒരു ലെവൽ നിങ്ങൾക്ക് കാണാം. ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു ലെവൽ നിങ്ങൾ ഇവിടെ കാണാം. നമുക്ക് ഇപ്പോഴും നിലവിൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു ലെവലുണ്ട്. അതെന്ന് പറയുന്നത് ACCയുടെ രജിസ്ട്രേഷന് വേണ്ട മിനിമം ക്രൈറ്റീരിയാസ് ഉണ്ട്. അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഇത്ര മാർക്സ് ഉണ്ടായിരിക്കണം, നമ്മുടെ 10th സ്റ്റാൻഡേർഡ്സിലെയും ഹയർ സെക്കൻഡറിയിലും മിനിമം നമുക്ക് ഇത്ര മാർക്സ് ഉണ്ടാണെന്ന് പറഞ്ഞ ഒരു എൻട്രി ഉണ്ട്. ആ മിനിമം മാർക്സ് ഇല്ലാത്ത ആൾക്കാർ വരുന്ന റൂട്ടായിരുന്നു ഫൗണ്ടേഷൻ. ഓക്കെ. ഇപ്പോഴും നമുക്ക് ഫൗണ്ടേഷൻ ലെവലുണ്ട്, നേരത്തെ ഫൗണ്ടേഷൻ ലെവലുണ്ട്. അതിലേക്കുള്ള പേപ്പേഴ്സിന്റെ ഡിഫറൻസ് ഉണ്ട്. ശ്രദ്ധിച്ചോ, പേപ്പേഴ്സിൽ ഡിഫറൻസ് ഉണ്ട്. പണ്ട് ഫൗണ്ടേഷൻ ലെവൽ പാസ്സായി കഴിഞ്ഞാൽ അതിന് ഇക്വലന്റ് ആയിട്ടുള്ള പേപ്പർ നമുക്ക് നോളേജ് ലെവലിൽ നമുക്ക് എക്സംഷൻ കിട്ടുമായിരുന്നു. ബാക്കിയുള്ള പേപ്പേഴ്സ് മാത്രം എഴുതിയാൽ മതി. ഇപ്പൊ പുതിയ അപ്ഡേറ്റ് പ്രകാരം ACCA ക്വാളിഫിക്കേഷന്റെ പുതിയ സ്ട്രക്ചറിൽ ഫൗണ്ടേഷൻ ലെവൽ വേറെ തന്നെയാണ്. അതായത് മിനിമം ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യാത്ത സ്റ്റുഡൻസ്, 10th മാർക്സിൽ മിനിമം ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാത്ത സ്റ്റുഡൻസ് ഫൗണ്ടേഷൻ ലെവലിലൂടെ വരാൻ പറ്റത്തുള്ളൂ. ആൻഡ് ഫൗണ്ടേഷൻ ലെവലിൽ
F1, F2, F3 എന്ന് പറയുന്ന നമ്മുടെ ഇപ്പോഴുള്ള F1, F2, F3 അല്ല, അക്കൗണ്ട്സ് പ്രിപ്പറേഷൻ, മാനേജ്മെന്റ് ഇൻഫർമേഷൻ, ഡിസിഷൻ മേക്കിംഗ് വിത്ത് ഡേറ്റ എന്ന് പറയുന്ന 3 പേപ്പർ പാസ്സാകണം. ഈ പാസ്സായാൽ മാത്രമേ ആ മിനിമം ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യാത്തവർക്ക് നോളജ് ലെവലിലോട്ട് എൻട്രി കിട്ടത്തുള്ളൂ. ആൻഡ് ഈ പേപ്പേഴ്സ് പാസ്സായാൽ പണ്ട് ഇതിന് ഇക്വലന്റ് ആയിട്ടുള്ള പേപ്പേഴ്സ് നമുക്ക് നോളജ് ലെവലിൽ എക്സംഷൻ കിട്ടുമായിരുന്നെങ്കിൽ ഇപ്പൊ എക്സംഷൻ ഇല്ല. എഗെയിൻ ഫസ്റ്റ് തൊട്ട് തന്നെ നമ്മൾ നോളജ് ലെവലിലുള്ള പേപ്പേഴ്സ് എഴുതണം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട നോളജ് ലെവലില് എന്താ നമുക്ക് ഇപ്പൊ ഉണ്ടായിരുന്നത് F1, F2, F3 എന്നൊക്കെ പറയുന്ന പഴയ പേര്, അതുപോലെ FA, MA, പിന്നെ ലോ എന്ന് പറയുന്ന പേപ്പേഴ്സ് അത് തന്നെയാണ്. സിലബസിലൊന്നും വളരെ മെറ്റീരിയൽ ആയിട്ടുള്ള ചേഞ്ചസ് ഇല്ല. ഈ ഒരു നോളജ് ലെവലില് സിലബസിലൊന്നും മെറ്റീരിയൽ ആയിട്ടുള്ള ചേഞ്ചസ് ഇല്ല. പക്ഷേ കുറച്ചുകൂടി നിലവിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡേറ്റാസ് ഓൾമോസ്റ്റ് എല്ലാ പേപ്പറിലും ഇങ്ങനെ കേട്ടോ, നമ്മുടെ ഡേറ്റ അനലിറ്റിക്സ് ഒക്കെ മിക്സ് ചെയ്തുകൊണ്ട് ന്യൂ ടെക്നോളജി ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ടുള്ള സിലബസ് എല്ലായിടത്തും എന്തായിട്ടുണ്ട്, അപ്ഡേറ്റ് ആയിട്ടുണ്ട് എന്നുള്ളൂ. സോ മെജോറിറ്റി നമ്മുടെ സിലബസ് പഴയ സിലബസ് തന്നെയാണ്. നമ്മുടെ നിലവിലെ ഇൻഡസ്ട്രിക്ക് ആവശ്യമുള്ള എക്സ്ട്രാ കണ്ടന്റ്സുകൾ ഏതൊക്കെ വേണോ, അതുപോലെ നിലവിലെ സിലബസിൽ എന്തെല്ലാം പോളിഷ് ചെയ്യണോ, അതാണ് ഇവരിറക്കിയുള്ള സിലബസ് ഗൈഡൻസിലൂടെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കുറെ കുട്ടികൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് കംപ്ലീറ്റ്ലി എല്ലാ പേപ്പേഴ്സും ചേഞ്ച് ചെയ്യണമെന്ന്. അങ്ങനെയല്ല. ഞാൻ ഓൾമോസ്റ്റ് ACയുടെ എല്ലാ പേപ്പറും ക്ലാസ്സസ് ഡെലിവറി ചെയ്യുന്ന ഒരു ടീച്ചറാണ്. അപ്പം ഞാൻ എല്ലാ സിലബസ് ഗൈഡിലൂടെയും ഓൾമോസ്റ്റ് എല്ലാ സിലബസ് ഗൈഡിലൂടെയും കടന്നുപോയി. അത് ഒരു ക്വിക്ക് റീഡിംഗ് ആണ് നടത്തിയത്. അതിലൂടെ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ എന്താ, നമ്മുടെ എൻറ്റയർ സിലബസിൽ മാറ്റമില്ല. ബട്ട് എന്താണോ പുതിയ ഫ്യൂച്ചർ പീരീഡിൽ നമുക്ക് ആവശ്യമുള്ളത്, ഏത് രീതിയിലാണോ ആവശ്യമുള്ളത്, അത് നമ്മുടെ പഴയ സിലബസിൽ തന്നെ പോളിഷ് ചെയ്തിട്ട് ഇറക്കുവാണ് ചെയ്തത്. സോ ഇനിയുള്ള നമ്മുടെ ലേറ്റസ്റ്റ് സ്ട്രക്ചർ പ്രകാരം 3 ലെവൽസ് ആയിട്ടാണ് ACC കണക്കാക്കുന്നത്. നോളേജ് ലെവല്, ശ്രദ്ധിക്കണേ, നോളേജ് ലെവല്, എക്സ്പെർട്ടൈസ് ലെവല്, പിന്നെ നമ്മുടെ ഈ പ്രൊഫഷണൽ ലെവൽ, സ്ട്രാറ്റജിക് പ്രൊഫഷണൽ ലെവൽ. ഓക്കെ, ഈ ഓരോന്നിനെ സൂചിപ്പിക്കുന്നതാണ് K ലെവൽ. ഇനി E ലെവൽ, S ലെവൽ അല്ലെങ്കിൽ SP ലെവൽ എന്നൊക്കെയാണ് നമ്മുടെ ഷോർട്ട് ഫോമിൽ കൂടുതലും പല സ്ഥലത്തും യൂസ് ചെയ്യുന്നത്. ഓക്കെ, നോളജ് ലെവലിൽ നമുക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, മാനേജ്മെന്റ് അക്കൗണ്ടിങ്, ലോ, ഇത് നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് FA പേപ്പറിന് ഇക്വലന്റ് ആണ്. ഇത് MA തന്നെ. ദെൻ ദിസ് ഇസ് ലോ പേപ്പർ. ഓക്കെ, ഇവിടെ വലിയ മെറ്റീരിയൽ ചേഞ്ചസ് ഇല്ല. ആൻഡ് ഇതുപോലെ തന്നെ എക്സ്പെർട്ടൈസ് ലെവൽ, നമ്മുടെ നിലവിലെ സ്കിൽസ് ലെവൽസിന് ഈക്വലന്റ് ആയിട്ടുള്ള ഒരു ലെവലാണ് എക്സ്പെർട്ടീസ് ലെവല്. ഇവിടെ നമ്മൾ E1, E2, E3, E4, E5 എന്നുള്ള പേരുകൾ കേട്ടാൽ തന്നെ മനസ്സിലാവും. E1 എന്ന് പറയുന്നത് നമ്മുടെ F6 ടാക്സ് പേപ്പർ ആണ്. E2 ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് നമ്മുടെ FR ആണ്. E3 ഓഡിറ്റ് റിസ്ക് കൺട്രോൾ എന്നുള്ളത് നമ്മുടെ AA പേപ്പർ ആണ്. E4 ഫിനാൻസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പേപ്പർ ആണ്. E5 പെർഫോമൻസ് വിത്ത് ഡേറ്റ അനാലിസിസ് എന്നുള്ളത് നമ്മുടെ PM ആണ്. ഓക്കെ, ഇവിടേക്ക് ഞാൻ വീണ്ടും പറയുന്നു, കംപ്ലീറ്റ് സിലബസ് ഫുൾ മായിച്ച് പുതിയ സിലബസ് എഴുതുകയല്ല ചെയ്തത്. നിങ്ങൾക്ക് സ്റ്റഡി ഗൈഡ് എവിടെ നിന്ന് അവൈലബിൾ ആവുന്നത് ഞാൻ കാണിച്ചു തരും. അത് ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള റെലവെന്റ് പേപ്പേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, റീഡ് ചെയ്ത് തുടങ്ങുക. ഓക്കെ, സോ കംപ്ലീറ്റ് ചേഞ്ച് അല്ല. നമ്മുടെ സ്കിൽസ് ലെവലിലുള്ള 5 പേപ്പർ നിലവിൽ അങ്ങനെ തന്നെ ഉണ്ട്. നമ്മുടെ യൂണിവേഴ്സിറ്റി പ്രോഗ്രാംസിൽ ഇതിന് ഇക്വലന്റ് ആയിട്ടുള്ള പേപ്പേഴ്സ് നിങ്ങൾ BComലൊക്കെ പാസ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ACCക്ക് എക്സംഷൻ റൂട്ട് വഴി തന്നെ പുതിയ സ്റ്റുഡൻസിന് വരാം. നിലവിൽ നിങ്ങൾ എക്സംഷൻ റൂട്ട് എടുത്തത് ഏതാണോ അത് തന്നെ നമ്മളായിരിക്കും മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യുക. അതേ എക്സംഷൻസ് ആയിരിക്കും. എക്സംഷൻസിലൊന്നും നിങ്ങൾക്ക് ചേഞ്ചസ് ഉണ്ടാവില്ല. ഇനി P ലെവലിലോട്ട് വരുമ്പോഴാണ് വ്യത്യാസം. P ലെവലിലോട്ട് വരുമ്പോൾ നമുക്ക് 2 കമ്പൽസറി പേപ്പർ ആണ്. ബിസിനസ് ആൻഡ് സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന ഒരു പേപ്പർ ഉണ്ടല്ലോ. ബിസിനസ് ആൻഡ് സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന ഈ ഒരു പേപ്പർ ഞാൻ ഓരോന്നിന്റെയും ഇക്വലന്റ് ആയിട്ടുള്ള പേപ്പർ ഇതിന് പറയാം. എടാ ഞാൻ ഒരു ഇത് ട്രാൻസാക്ഷൻ കൊടുത്ത സമയത്ത് ഒരാളുടെ മാത്രം മാറിയിട്ടില്ല. അവിടെ നിൽക്കട്ടെ. SBR എന്ന് പറയുന്ന പേപ്പർ, SBR എന്ന് പറയുന്ന പേപ്പറിന് ഇക്വലന്റ് ആയിട്ടാണ് ഈ S1 എന്ന് പറയുന്ന ബിസിനസ് ആൻഡ് സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന ഒരു പേപ്പർ ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് നേരത്തെ സ്ട്രാറ്റജിക് ബിസിനസ് റിപ്പോർട്ടിംഗ് ആയിരുന്നു. ഇപ്പം അതിന് പകരം ബിസിനസ് റിപ്പോർട്ടിംഗ് മാത്രമല്ല, ശ്രദ്ധിച്ചേ, അത് നിങ്ങൾക്ക് ഇതിന്റെ സിലബസ് ഗൈഡ് കാണുമ്പോൾ മനസ്സിലാവും. ബിസിനസ് റിപ്പോർട്ടിംഗ് മാത്രമല്ല, സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ടിംഗ് ഇത് വളരെ ലേറ്റസ്റ്റ് ആയിട്ട് വളരെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു ഏരിയ ആണ്. വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ACC സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തൊരു കണ്ടന്റ് ആണ്. നിലവിൽ നമുക്ക് SBR പേപ്പറിൽ സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ടിംഗ് ഉണ്ട്. അതെന്ന് പറയുന്നത് വളരെ ഒരു ചാപ്റ്ററിന്റെ ഒരു ഭാഗമായിട്ട് മാത്രമായിരുന്നു സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ടിംഗ് ഉള്ളത്. ഇപ്പൊ ലേറ്റസ്റ്റ് പേപ്പറിൽ സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന ഒരു മൊഡ്യൂൾ തന്നെ ആഡ് ചെയ്തിട്ടാണ് ഉള്ളത്. അതുകൊണ്ടാണ് ബിസിനസ് റിപ്പോർട്ടിംഗ് എന്ന പേരിന് പകരം ബിസിനസ് റിപ്പോർട്ടിംഗ് ഉണ്ട്, സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞ പേപ്പറായിട്ട് മാറിയത്.
മറ്റൊരു കമ്പൽസറി പേപ്പറാണ് S2. S1 കഴിഞ്ഞ് S2. ഈ S2 SBL ആണ്. എടാ SBL വളരെ റീസെന്റ് എന്താണ് അപ്ഡേറ്റ് വന്ന പേപ്പറാണ്. അതുകൊണ്ട് തന്നെ SBL കീ ആയിട്ടുള്ള ഒരു ചേഞ്ചസും ഇല്ല. ഓൾമോസ്റ്റ് എല്ലാ മൊഡ്യൂൾസും സെയിം തന്നെയാണ്. നിലവിൽ SBL എങ്ങനെയാണോ ഉള്ളത് അതുകൊണ്ട്, കാരണം SBL വളരെ റീസെന്റ് ആണ് എന്ത് ചെയ്തത്, സിലബസ് അപ്ഡേറ്റ് ചെയ്ത് പേപ്പർ ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. സോ നിലവിൽ SBL എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നമ്മുടെ പേപ്പർ കിടക്കുന്നത്. ഇനി AFM എന്ന് പറയുന്ന പേപ്പറിന് ഇക്വലന്റ് ആയിട്ടാണ് കോർപ്പറേറ്റ് ഫിനാൻസ് പ്രൊഫഷണൽ SCF എന്ന് പറയുന്ന പേപ്പർ ഇറങ്ങിയിട്ടുള്ളത്. സിലബസ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്, ബട്ട് അതിന്റെ ഓർഡേഴ്സിൽ വ്യത്യാസമുണ്ട്. എക്സാം ചോദിക്കുന്ന മാർക്സിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്, എക്സാം പാറ്റേണിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഇതുപോലെ തന്നെയാണ് APM പേപ്പറിന് ഇക്വലന്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആൻഡ് ഇൻസൈറ്റ് പ്രൊഫഷണലില്. അവിടെ സിലബസിൽ ഒരു ചെറിയ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഡേറ്റ അനലിറ്റിക്സിനും കാര്യങ്ങളും കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ AAA പേപ്പറിന് ഇക്വലന്റ് ആയിട്ടാണ് SAA എന്ന് പറയുന്ന ഒരു പേപ്പർ. ദെൻ അഡ്വാൻസ്ഡ് ടാക്സേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നിലവിലുള്ള ATXന് ഇക്വലന്റ് ആയിട്ട് ഇപ്പോൾ ടാക്സേഷൻ ആൻഡ് അഡ്വൈസറി പ്രൊഫഷണൽ ST എന്ന് പറയുന്ന പേപ്പർ ഉണ്ട്. സോ ബേസിക്കലി ഇതെല്ലാം അതുപോലെ തന്നെയുണ്ട്. ഞാൻ വീണ്ടും പറയുന്ന ഒരു കീ ചേഞ്ച് ഉള്ളത് SBRനാണ്. SBLന് നോ ചേഞ്ച് എന്നുകൊണ്ട് പറയാം. ബാക്കിയെല്ലാം വളരെ മിനിമൽ ചേഞ്ചസ് അല്ലെങ്കിൽ മിനിമൽ പോളിഷ് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, ദാറ്റ് ഡസന്റ് മീൻസ് പഴയ 2027 തൊട്ട് പഴയ മെറ്റീരിയലിനെ പഠിക്കാമെന്നല്ല. മെറ്റീരിയൽസിലൊക്കെ എന്തുണ്ട്, ചേഞ്ചസ് ഉണ്ട്. നമുക്ക് പുതിയ മെറ്റീരിയലും പുതിയ കണ്ടന്റും വെച്ചിട്ടാണ് നമ്മൾ പഠിക്കേണ്ടി വരിക. എക്സാമിന്റെ ഫോക്കസിൽ ചെറിയ ഷിഫ്റ്റ് വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് ഉള്ളത്. പക്ഷെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചേഞ്ച് എന്നുള്ളത്, ഒരു പുതിയ പേപ്പർ കൂടി അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ഡേറ്റ സയൻസ് പ്രൊഫഷണൽ എന്ന് പറയുന്ന SDS, ഡേറ്റ സയൻസ് പ്രൊഫഷണൽ എന്ന് പറയുന്ന ഒരു പേപ്പർ. ഇവിടെയാണ് നിങ്ങൾ പൈത്തണിനെ പറ്റി പഠിക്കാനുള്ളത്, ഡാഷ്ബോർഡ്സിനെ പറ്റി പഠിക്കാനുണ്ട്, ബിസിനസ് അനലിറ്റിക്സിനെ പറ്റി പഠിക്കാനുണ്ട്, ഇങ്ങനെ സ്റ്റാറ്റിസ്റ്റിക്സിലെ കുറച്ച് കണ്ടന്റ്സ് പഠിക്കാനുണ്ട്. ഇതെല്ലാം നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ പേപ്പറിലും നിങ്ങൾ PM, AA, FM യൂസ് ചെയ്യുന്ന ടെക്നിക്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ടോപ്പിക്സിൽ ഈ ടെക്നിക്സ്, ഡേറ്റ അനലിറ്റിക്സിന്റെ ടെക്നിക്സ് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുമെന്നും അവിടെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ സിലബസ് കാര്യം നമുക്ക് കുറച്ചുകൂടി കൂടുതൽ ഡീറ്റെയിൽഡ് ആക്കി നോക്കാം. ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ നേരത്തെ ഇങ്ങനെയായിരുന്നു, ഇത് രണ്ടും കമ്പൽസറി പേപ്പേഴ്സ് ആയിരുന്നു. ഏതൊക്കെ, SPRും SBLും കമ്പൽസറി പേപ്പേഴ്സ് ആയിരുന്നു. നിലവിൽ അങ്ങനെ തന്നെയാണ്. അതിന് ഇക്വലന്റ് ആയിട്ടുള്ള S1ഉം S2ഉം ഇപ്പോഴും കമ്പൽസറി തന്നെയാണ്. പഴയ നമ്മുടെ സ്ട്രക്ചർ പ്രകാരം 4 ഓപ്ഷനിൽ ഏതെങ്കിലും 2 എണ്ണം എഴുതണം എന്നായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് 5 ഓപ്ഷനിൽ തരുന്നുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി, ഏതെങ്കിലും ഒരെണ്ണം. സോ ഇതിലൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ചേഞ്ച് വരുന്നത് നോക്കിയേ. നോളേജ് ലെവലിൽ നമുക്ക് 3 പേപ്പർ, എക്സ്പെർട്ടീസ് ലെവലിൽ 5 പേപ്പർ. ഇവിടെ 2+1 ആണ് നമ്മൾ എഴുതുന്നത്. സോ ടോട്ടൽ ACCയുടെ പേപ്പേഴ്സ് എത്രയായിട്ട് ചുരുങ്ങുവാണ്? ടോട്ടൽ എത്ര പേപ്പേഴ്സ് ആയിട്ട് ചുരുങ്ങുവാണ് പറഞ്ഞേ? നേരത്തെ ഉണ്ടായ പേപ്പേഴ്സിന് 11 പേപ്പേഴ്സ്. നേരത്തെ നമുക്ക് ഇപ്പൊ നിലവിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൽ എത്ര പേപ്പേഴ്സ് ഉണ്ടടാ? കറന്റ് 13. അതിന് നമ്മൾ എത്രയിലോട്ട് ചുരുക്കുവാണ്? 11ലോട്ട്. എന്ന് കരുതി നിങ്ങളുടെ നോളജിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തരുന്ന കണ്ടന്റിലോ ഒന്നും വ്യത്യാസമില്ല. അത് എത്രത്തോളം ലേറ്റസ്റ്റും ഫ്യൂച്ചറിസ്റ്റിക്കും ആയിട്ടുള്ള രീതിയിലാണ് അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. ഇപ്പൊ നോളജ് ലെവലിൽ ഏത് പേപ്പറാണ് മിസ്സിംഗ് നിങ്ങൾക്ക് കാണുന്നത്? നോളജ് ലെവലിൽ നിങ്ങൾ ഏത് പേപ്പറാണ് മിസ്സിംഗ് കാണുന്നത്? BT എന്ന് പറയുന്ന പേപ്പറിൽ ആക്ച്വലി ഇവിടെ എസെൻഷ്യൽ എംപ്ലോയബിലിറ്റി മൊഡ്യൂൾസ് എന്ന് പറഞ്ഞിട്ട് നിലവിൽ നമ്മൾ ഒരു EPSM പഠിക്കുന്നില്ലടാ, EPSM അതുപോലത്തെ ഉള്ള ഒരു എക്സാം പ്രിപ്പറേഷൻ ഉണ്ട്. നമ്മുടെ ഓരോ ലെവലിലും ഫൗണ്ടേഷൻ ലെവൽ വഴി വരുന്ന സ്റ്റുഡൻസ് എന്റർപ്രൈസ് ആൻഡ് ഓണ്ടർപ്രണർഷിപ്പ്, ഈ F1, F2, F3യും പിന്നെ ഈ എസെൻഷ്യൽ എംപ്ലോയബിലിറ്റി മൊഡ്യൂൾസിലെ എന്റർപ്രൈസ് ആൻഡ് ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറയുന്ന മൊഡ്യൂൾസ് കംപ്ലീറ്റ് ആക്കിയാൽ മാത്രമേ അവർക്ക് നോളജ് എക്സാംസിലോട്ട് എൻട്രി കിട്ടത്തുള്ളൂ. സോ ബേസിക്കലി നമ്മുടെ ഫൗണ്ടേഷൻ റൂട്ടിലൂടെ വരാത്ത ഒരു സ്റ്റുഡന്റ്, നോർമൽ ഒരു സ്റ്റുഡന്റ് ഫസ്റ്റ് എൻട്രി നോളജ് ലെവലാണ്. നോളജ് ലെവലിൽ നിന്നും അയാൾക്ക് എക്സ്പെർട്ടീസ് ലെവലിലോട്ട് കടക്കണം എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ എസെൻഷ്യൽ എംപ്ലോയബിലിറ്റി മൊഡ്യൂളായ റെസ്പോൺസിബിൾ ബിസിനസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഈ മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഈ മൊഡ്യൂളിൽ ഇവിടെ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന നമ്മുടെ BT പേപ്പറിലെ BT പേപ്പറിന്റെ കണ്ടന്റ് കൂടി ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ജോഷിന് ചോദിക്കുന്നത് ക്യാൻ യു സേ അഗൈൻ നോളജ് ലെവൽ പാർട്ട്? എനിക്ക് മനസ്സിലായില്ല ജോഷിന്, എന്താ നിങ്ങളുടെ ഡൗട്ട്? ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാവോ? നോളജ് ലെവല് തൊട്ട് പറഞ്ഞില്ലായിരുന്നോ ഈ പേപ്പേഴ്സിന്റെ എക്സംഷന്റെ കാര്യത്തില്? എക്സംഷന്റെ കാര്യത്തിൽ അതായത് നിങ്ങൾ ഇപ്പൊ BCom കഴിഞ്ഞ് വരുന്ന ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ നിലവിൽ എങ്ങനെയാണ് എക്സംഷൻ, അതുപോലെ തന്നെ എക്സംഷൻ കിട്ടും.
അതിൽ ഇതുവരെ ഓക്കെ വ്യത്യാസമൊന്നും വരുത്തിയിട്ടില്ല. ഓക്കെ ഓക്കെ ഓക്കെ. സോ നോളേജ് ലെവലിൽ നിങ്ങൾ ഈ 3 പേപ്പർ എഴുതുകയും റെസ്പോൺസിബിൾ ബിസിനസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഈ ഒരു എസെൻഷ്യൽ എംപ്ലോയബിലിറ്റി മൊഡ്യൂൾസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് എക്സ്പെർട്ടീസ് ലെവലിലോട്ട് വരത്തുള്ളൂ. ആൻഡ് ഈ K1 K2 K3 ഓൺ ഡിമാൻഡ് എക്സാംസ് ആണ്. അതേപോലെ എസെൻഷ്യൽ എംപ്ലോയബിലിറ്റി മൊഡ്യൂൾസ് നിങ്ങൾക്ക് ഓരോ ലെവലിന്റെ കൂടെയും അതിന്റെ എൻഡിലോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡേയിൽ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് അതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു അസസ്മെന്റ് ആണ്. നിങ്ങൾക്ക് സിലബസും കണ്ടന്റും മെറ്റീരിയൽസും ഒക്കെ ഏതിനകത്തുണ്ടാവും, മൊഡ്യൂൾസിനകത്തുണ്ടാവും. അത് നമ്മൾ വാച്ച് ചെയ്ത് നോളജ് ഉണ്ടാക്കുക. ഓരോ മൊഡ്യൂളിന്റെ എൻഡിലും നിങ്ങൾക്ക് കുറച്ച് ക്വിസസ് ഉണ്ടാവും, ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ചില പ്രാക്ടിക്കൽ സിനാരിയോസിൽ നിങ്ങൾ കൊണ്ടുപോകും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അവിടെ ഉണ്ടാവുക. ഇതേപോലെ തന്നെ എല്ലാ ലെവലിന്റെയും കീഴിൽ നിങ്ങൾക്ക് എന്തുണ്ട്, ഓരോരോ എസെൻഷ്യൽ എംപ്ലോയബിലിറ്റി മൊഡ്യൂൾസ് ഉണ്ട്. അപ്പൊ എക്സാംസ് മാത്രം കംപ്ലീറ്റ് ചെയ്തിട്ട് കാര്യമില്ല, ഓരോ മൊഡ്യൂളിന് ശേഷമുള്ള എസെൻഷ്യൽ എംപ്ലോയബിലിറ്റി മൊഡ്യൂൾസും കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നെക്സ്റ്റ് നിങ്ങളുടെ ലെവലിലോട്ട് മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആൻഡ് ഓരോ മൊഡ്യൂൾ കഴിയുമ്പോഴും ACCA നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സർട്ടിഫിക്കേഷൻസ് അവാർഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിന്റെ താഴെ നോക്ക്, അവാർഡ്സ് ആൻഡ് ഡെസിഗ്നേഷന് ശേഷം ഏറ്റവും താഴെ എക്സ്പീരിയൻസ് ആൻഡ് എംപ്ലോയബിലിറ്റി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇവിടെ നമ്മൾ യൂസ് ചെയ്ത ടേം എസെൻഷ്യൽ എംപ്ലോയബിലിറ്റി ആണ്. ഇവിടെ ഓപ്ഷണൽ എംപ്ലോയബിലിറ്റി മൊഡ്യൂൾസ് എന്ന് കാണാം. ഓപ്ഷണൽ എംപ്ലോയബിലിറ്റി മൊഡ്യൂൾസ് എന്ന് ഇവിടെ താഴെ കാണാം. അതായത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എടുത്തു പഠിക്കുക. നിർബന്ധമായിട്ടും പഠിക്കണം എന്നില്ല, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാം. ഈ ഓപ്ഷണൽ എംപ്ലോയബിലിറ്റി മൊഡ്യൂൾസ് നിങ്ങൾ സെർട്ടൈൻ നമ്പേഴ്സ് കംപ്ലീറ്റ് ആവും. അതായത് അവിടെ പവർ BI നെ പറ്റി പഠിപ്പിക്കുന്നുണ്ട്, ക്ലൗഡ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസിനെ പറ്റി പഠിപ്പിക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ പുറമെ ഇടുന്ന നിങ്ങളുടെ എക്സ്പീരിയൻസിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ട് ACCA ത്രൂ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കേണ്ട 3 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ആ 3 ഇയർ എക്സ്പീരിയൻസിലോട്ട് 6 മന്ത്സ് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ മൊഡ്യൂൾസ് കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെ ACCA നിങ്ങൾക്ക് അവാർഡ് ചെയ്യും. റിമൈനിങ് എത്ര മന്ത്സ്, 2.5 ഇയേഴ്സ് ആയിരിക്കും നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരിക, പുറമെ വേറെ നമ്മുടെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് എടുക്കേണ്ടത്. സോ എക്സ്പീരിയൻസ് 3 ഇയേഴ്സും 36 മന്ത്സ് എന്നാണ് പറയുന്നത്. 3 ഇയേഴ്സ് 36 മന്ത്സ്. അതിൽ 36 മന്ത്സ് എന്ന് പറയുന്നത് മിനിമം പീരീഡ് ആണ്. അതിനുവേണ്ടി കുറയാൻ പറ്റില്ല. മിനിമം 36 മന്ത്സ് നിങ്ങൾ എടുക്കണം. അതിന് പുറമെ ആ 36 മന്ത്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവർ പറഞ്ഞിട്ടുള്ള ACCA പറഞ്ഞിട്ടുള്ള കുറച്ച് എന്തുണ്ട്, ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ഒബ്ജക്റ്റീവ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. സാധാരണ എല്ലാവരും ഒരു 99.9% ആൾക്കാർ ഒബ്ജക്റ്റീവ്സ് ഒക്കെ 36 മന്ത്സ് കൊണ്ട് ഈസിലി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒബ്ജക്റ്റീവ്സ് ആണ്. വളരെ കുറച്ച് ചുരുക്കം ആൾക്കാർ 36 മന്ത്സ് കൊണ്ട് ചിലപ്പോൾ ആ ഒബ്ജക്റ്റീവ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അത് അവരുടെ സീനിയേഴ്സ് ചിലപ്പോൾ അപ്രൂവ് ചെയ്ത് കൊടുക്കുന്നുണ്ടാവില്ല, അവർ അത് ചെയ്യാത്തതിന്റെ പേരിൽ. അങ്ങനെ ജോബിൽ ഇച്ചിരി സ്ലോ ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ് ചിലപ്പോൾ 36 മന്ത്സിനായിട്ട് കൂടുതൽ എഴുതുന്നത്. ബട്ട് ഞാൻ ഇന്നേ വരെ കേട്ട് പരിചയമുള്ള എല്ലാവർക്കും 36 മന്ത്സിൽ തന്നെ ഒബ്ജക്റ്റീവ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സോ ഈ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ജസ്റ്റ് 3 വർഷം പണിയെടുക്കണം എന്ന് മാത്രമല്ല, ആ 3 വർഷത്തിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് അച്ചീവ് ചെയ്യുന്ന കുറച്ച് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. അത് അച്ചീവ് ചെയ്ത് പണിയെടുക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമുള്ള ഒബ്ജക്റ്റീവ്സ് ആണ്. അത് എല്ലാവർക്കും അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ പറയുന്നത്. സോ ബേസിക്കലി ഇത്രയുമാണ് നമ്മുടെ ഒരു ഫ്യൂച്ചർ ക്വാളിഫിക്കേഷൻ ഒരു സ്ട്രക്ചർ. അതായത് നമ്മുടെ എക്സാംസ് പാസ്സായിരിക്കണം, എംപ്ലോയബിലിറ്റി മൊഡ്യൂൾസ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം, ആൻഡ് 36 മന്ത്സ് ഓഫ് എക്സ്പീരിയൻസ് നമ്മൾ എടുത്തിരിക്കണം. ഇവിടെ ജിമ്മി ഒരു ഡൗട്ട് ചെയ്ത്, ഹായ് സർ, ഐ ഹാവ് an experience in audit for 3 years in approved employer and I have completed AFM and SBR papers. Only pending paper is AAA and SBL. What if I don't complete AAA by that time? Does that affect my career? നിങ്ങൾക്ക് അഫിലിയേറ്റ് എന്തായാലും ആവും, അഫിലിയേറ്റ് സ്റ്റാറ്റസ് നിങ്ങൾ ആകും. പക്ഷെ ഒന്ന് ആലോചിക്കും, ഇനിയും ഒരു വർഷമുണ്ട്. ഞാൻ ഈ ലൈവ് ഇവിടെ വെച്ച് കണ്ടക്ട് ചെയ്യാനുള്ള കാരണം, ഒരുപാട് പേര് ഇങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പൊ ഈ ജിമ്മി എന്ന് പറഞ്ഞ സ്റ്റുഡന്റ്, അയാള് P ലെവലില് നിലവിൽ പ്രകാരം P ലെവലില് SBR കംപ്ലീറ്റ് ചെയ്തു, SBLും കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, AFും കംപ്ലീറ്റ് ചെയ്തു, ആൻഡ് ഹി ഈസ് ലുക്കിംഗ് ടു റൈറ്റ് AAA. ഞാൻ പറയുന്നത്, നിങ്ങളെ SBL ഇപ്പൊ എഴുതിയെന്ന് വിചാരിച്ചോ, SBL ഇപ്പൊ എഴുതി പാസ്സായെന്ന് വിചാരിച്ചോ, ഇനി ഒരു പേപ്പർ എഴുതാതെ നിങ്ങൾ ഇത് എപ്പോഴാണ് ചേഞ്ചസ് വരാൻ പോകുന്നത്? ഫസ്റ്റ് എക്സാം വരാൻ പോകുന്നത് ജൂൺ 7 സെപ്റ്റംബർ 2027. ഇനിയും ഒരു വർഷമുണ്ട് നമ്മുടെ മുന്നിൽ, ഒരു വർഷത്തിലധികം ഉണ്ട് അല്ലെ? ഇനി ജൂൺ എക്സാം വരാൻ പോകുന്നില്ലേ ഉള്ളൂ. 1 ഇയർ അതോളം നമ്മൾ അത് എഴുതാതെ വെയിറ്റ് ചെയ്തിരിക്കുവാണെങ്കിൽ നമ്മുടെ കരിയർ അല്ലേ വെറുതെ ഡിലേ ആവുന്നത്. എന്റെ എക്സാമ്പിൾ പറഞ്ഞുതരാം. എനിക്ക് ഞാൻ പഠിച്ച സമയത്ത് ഈ കാര്യങ്ങൾ പറഞ്ഞു തരാനുള്ള ആൾക്കാർ വളരെ വളരെ റെയർ ആയിരുന്നു. കിട്ടുന്ന ആൾക്കാർ തന്നെ വളരെ കുറവായിരുന്നു. ഞാൻ 2013-14 പീരീഡിൽ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ACCA എക്സാംസ് കംപ്ലീറ്റ് ചെയ്തു.
ആ സമയത്ത് തന്നെ എന്റെ വളരെ ക്ലോസ് ഫ്രണ്ട് ആയിരുന്നു, അല്ലെങ്കിൽ സീനിയർ ആയിട്ടുള്ള സനൽ സർ ഉണ്ടായിരുന്നു. പുള്ളിക്കാരന്റെ CEO ഓഫീസിൽ ഞാൻ 3 വർഷത്തിലധികം വർക്ക് ചെയ്ത് എനിക്ക് അന്ന് തന്നെ മെമ്പർഷിപ്പ് എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ഓക്കെ, കാരണം ഞാൻ അത്രയും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷേ അന്ന് അഫിലിയേറ്റ് ആയിരിക്കെ എന്താ നമ്മുടെ സബ്സ്ക്രിപ്ഷൻ ഫീ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, ഇന്ന് 30,000 എന്തോ ആണ്, അന്ന് 20,000 ആണ്, അറൌണ്ട് നമുക്ക് പറയാം 20-25 ഇടയിൽ എന്തോ ആയിരുന്നു. ബട്ട് മെമ്പേഴ്സ് ആയിരുന്നെങ്കിൽ ഇതിനെക്കാട്ടിയും കൂടുതലാണ്, എന്തായാലും 20ക്ക് കൂടുതലായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ടീച്ചിങ്ങിലായിരുന്നു കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇൻഡസ്ട്രിയിലോട്ടൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല, കാരണം അന്നൊന്നും എന്റെ കരിയർ പാത്ത് അത്രയും നമുക്ക് ഉറപ്പൊന്നുമില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തില്ല, മെമ്പർഷിപ്പ് കഴിയുന്നത് നേരത്തെ എടുത്തില്ല. കാരണം വെറുതെ ഒരു 10,000 ഡിഫറൻസ് ഇല്ലേ വർഷത്തിൽ, ഇയർലി 10,000 ഡിഫറൻസ് ഉണ്ടല്ലോ എന്ന് കരുതി ഞാൻ എടുത്തില്ല. ഞാൻ മെമ്പർഷിപ്പ് എടുക്കുന്നത് 2018 2013 എനിക്ക് എക്സാംസ് കംപ്ലീറ്റ് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരാളായിരുന്നു. 2013-14 തന്നെ എനിക്ക് എന്തെടുക്കാമായിരുന്നു, മെമ്പർഷിപ്പ് എടുക്കാമായിരുന്നു. 15, 16, 17, 18 4 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ മെമ്പർഷിപ്പ് എടുത്തത്. ഇപ്പൊ ഞാൻ നിലവിൽ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം പറഞ്ഞുതരാം. നിലവിൽ UAE ഞാൻ FTA ടാക്സ് ഏജന്റ് ആയി. പക്ഷെ എനിക്ക് UAE എനിക്ക് എന്റെ ഓഡിറ്റ് ഫേമിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, എന്റെ പേരിൽ എനിക്ക് ഇപ്പോഴും സൈനിങ് അതോറിറ്റി ഇല്ല. കാരണം നമ്മുടെ പോസ്റ്റ് മെമ്പർഷിപ്പില്ലേ, മെമ്പർ ആയതിനു ശേഷമുള്ള പീരീഡാണ് പല സ്ഥലത്തും കൗണ്ട് ചെയ്യുന്നത്. സോ ഇനി ഒരു വർഷം കഴിഞ്ഞ് വരെ വെയിറ്റ് ചെയ്യാതെ കഴിയുന്നത് നമ്മുടെ മെമ്പർഷിപ്പും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നേരത്തെ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ആക്കുക. അല്ലാതെ നമ്മുടെ കരിയറിന് ഒരിക്കലും എന്ത് ചെയ്യരുത്, ഡിലേ ആക്കി വെയിറ്റ് ചെയ്യരുത് എന്നാണ് എന്റെ എക്സാമ്പിളിലൂടെ പറയുന്നത്. എനിക്ക് മിസ്സായത് 4 ഇയേഴ്സ് ആണ്. ആ 4 ഇയേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് എന്തായിരുന്നു, ഡയറക്ട്ലി എനിക്ക് അവിടെ സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് എന്റെ പേരിൽ തന്നെ ഓഡിറ്റ് ലൈസൻസുകൾ സൈൻ ചെയ്യാനുള്ള റൈറ്റ് ACCയുടെ പേരിൽ നമുക്ക് കിട്ടുമായിരുന്നു. ഇനിയും ഇപ്പൊ എന്റെ 2018 തൊട്ട് മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് ഇനി ഒരു വർഷം കഴിഞ്ഞിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് എടുക്കാൻ പറ്റുള്ളൂ. സോ ജിമ്മി, പ്ലീസ് ഡോണ്ട് വെയിറ്റ്, കഴിയുന്നത് എന്ത് ചെയ്യുക, വേഗം പേപ്പർ എഴുതുക, മെമ്പർഷിപ്പിന് അപ്ലൈ ചെയ്യുക, കേട്ടോ. ഓക്കെ, സോ ഞാൻ പേപ്പേഴ്സിനെ പറ്റി പറഞ്ഞു തന്നു. ഇനി ഇതിന്റെ ഒരു ടൈം ലൈൻ പറഞ്ഞുതരാം. നമ്മളിപ്പം മാർച്ച് കഴിഞ്ഞു. മാർച്ച് ലാസ്റ്റ് വീക്കിലാണ് ഈ ACC എന്ത് ചെയ്തത്, എല്ലാ ഈ സ്ട്രാറ്റജിക് എക്സ്പെർട്ടീസ് ലെവലിന്റെയും സ്ട്രാറ്റജിക് പ്രൊഫഷണൽ ലെവലിന്റെയും എക്സാം സിലബസ്, സ്പെസിമെൻ പേപ്പേഴ്സ്, ഇവർ രണ്ടുപേരുടെയും എസെൻഷ്യൽ എംപ്ലോയബിലിറ്റി മൊഡ്യൂളിന്റെ സിലബസും അവർ എന്ത് ചെയ്തിട്ടുണ്ട്, പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ലിങ്ക് നമ്മുടെ ഇലാൻസിന്റെ എല്ലാ ഗ്രൂപ്പിലും ലിങ്ക് അയച്ചിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, PDF കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്ത് എന്താണ് സിലബസിൽ അപ്ഡേറ്റ് വരുന്നതെന്നൊന്ന് നോക്കി വെക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, സോ നിലവിൽ ഇപ്പൊ നമ്മൾ ഈ മാർച്ച് ഏപ്രിൽ 2026 നിൽക്കുന്നത്. പുതിയ 2027 വരാൻ പോകുന്ന സിലബസിന്റെ എക്സാംസിന്റെ സിലബസ് ഇപ്പൊ ACC എന്ത് ചെയ്തിട്ടുണ്ട്, പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന ചേഞ്ചസ്, 2027 തൊട്ടിട്ട് വരാൻ പോകുന്ന ചേഞ്ചസ്, നമ്മുടെ സ്റ്റഡി ഹബിലാണല്ലോ നമുക്ക് നമ്മുടെ സിലബസിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് സ്റ്റഡി മെറ്റീരിയൽ വരുന്നത്. കാപ്ലാന്റെ ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അപ്രൂവൽ അവർ എടുത്തു കളഞ്ഞു. ACCയുടെ തന്നെ ഓൺ മെറ്റീരിയൽസ് ആണല്ലോ ഇപ്പൊ അവർ ഫോക്കസ് ചെയ്യുന്നത്. സോ സ്റ്റഡി ഹബില് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുതിയ സ്ട്രക്ചർ പ്രകാരമുള്ള സിലബസ് ജാനുവരി 2020 വരും. പക്ഷെ അത് ഫസ്റ്റത്തെ ലെവലായ ഫൗണ്ടേഷൻ ലെവലിന്റെയും നോളജ് ലെവലിന്റെയും മാത്രമാണ് 2027 ജാനുവരിയിൽ വരുന്നത്. പിന്നെ നമ്മുടെ പ്രാക്ടീസ് പ്ലാറ്റ്ഫോം മാർച്ച് 2027 എന്താവും, അപ്ഡേറ്റ് ആവും. അതേ സമയത്ത് തന്നെ നമ്മുടെ ബാക്കി 2 ലെവൽസിൽ, ഇപ്പോഴത്തെ സ്കിൽസ് ലെവലും P ലെവലും, അതിന്റെ അപ്ഡേറ്റഡ് സ്റ്റഡി ഹബ്ബ് അവൈലബിൾ ആയിരിക്കും. സോ മനസ്സിലാക്കാം, ഇപ്പൊ ലേറ്റസ്റ്റ് സ്ട്രക്ചറിൽ എക്സാംസ് ആദ്യം വരാൻ പോകുന്നത് ഫൗണ്ടേഷൻ ആൻഡ് നോളജ് ലെവലില്ല. അത് കഴിഞ്ഞിട്ട് എക്സ്പെർട്ടീസ് ആൻഡ് സ്ട്രാറ്റജിക് പ്രൊഫഷണലിന്റെ ഉള്ളൂ. ഈ ജാനുവരി പീരീഡിൽ എക്സാംസ് തുടങ്ങിയിട്ടില്ല. അതിന്റെ സിലബസ് ഇപ്പൊ നമ്മൾ മാർച്ചിൽ ഇറക്കിയ 2026 മാർച്ചിൽ ഇറക്കിയ സ്റ്റഡി ഗൈഡ് ഇല്ലേ, അത് പ്രകാരമുള്ള സിലബസ് സ്റ്റഡി ഹബിൽ എന്താവും അപ്ഡേറ്റ് വരുമെന്നാണ് പറയുന്നത്. മുകളിലോട്ടുള്ള ലെവലിൻ്റെത് മാർച്ച് 2027. അതിനുശേഷം ഏപ്രിലാണ് നമ്മുടെ ഈ 2 ലെവലിന്റെ താഴത്തുള്ള ഫൗണ്ടേഷൻ ലെവലിന്റെയും നോളജ് ലെവലിന്റെയും എക്സാം എൻട്രി ഓപ്പൺ ആവുന്നത്. ആൻഡ് ജൂലൈ തൊട്ടിട്ടാണ് നമ്മുടെ പുതിയ സ്ട്രക്ചർ പ്രകാരമുള്ള എക്സാംസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് തന്നെ ഏറ്റവും ബേസ് ലെവലില്. സോ ഈ വർഷം +2 കഴിഞ്ഞ് ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസ് നോളജ് ലെവൽ കംപ്ലീറ്റ്ലി പഠിക്കുക. നമ്മുടെ നിലവിലുള്ള സിസ്റ്റം പ്രകാരമാണ്, നിലവിലെ ACC ക്വാളിഫിക്കേഷൻ പ്രകാരമാണ്. അവരുടെ ഒരു എക്സ്പെർട്ടീസ് ലെവലൊക്കെ എത്തുന്ന സമയത്താണ് ഈ ഒരു ചേഞ്ച് സംഭവിക്കുക, ട്രാൻസിഷൻ സംഭവിക്കുക. പഴയ നമ്മുടെ സ്ട്രക്ചറിൽ നിന്നും പുതിയ സ്ട്രക്ചറിലോട്ട് വരുന്നതിൽ എവിടെയായിരിക്കും സംഭവിക്കുക, അവർക്ക് എക്സ്പെർട്ടീസ് ലെവലിലായിരിക്കും.
ഓക്കെ, നിലവിൽ എക്സ്പെർട്ടീസ് ലെവലുള്ളവർക്ക് നിലവിലെ പി ലെവലിലെ ഒരു പേപ്പർ ഒക്കെ ചിലപ്പോൾ പെൻഡിങ് ഉണ്ടാവത്തേ ഉള്ളൂ. ആ സമയത്തായിരിക്കും ട്രാൻസാക്ഷൻ സംഭവിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അഫിലിയേറ്റ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. എക്സ്പെർട്ടീസ് ലെവലിന്റെയും സ്ട്രാറ്റജിക് പ്രൊഫഷണലിന്റെയും എക്സാം എൻട്രി ഓപ്പൺ ആവുന്നത് മെയ് 2027 എക്സാംസ് ജൂൺ 2027 നമ്മുടെ ഫൈനൽ സിറ്റിംഗ്. എടാ ഇനി വരാൻ പോകുന്ന എക്സാം ഏതാ? ഇപ്പൊ നമ്മൾ വരാൻ പോകുന്ന എക്സാം ഏതാടാ പറഞ്ഞേ? ജൂൺ 2026. സോ നോക്കടാ, ജൂൺ 2026, പിന്നെ സെപ്റ്റംബർ, ഡിസംബർ. 2027 മാർച്ച് സെഷനും ജൂൺ സെഷനും. നമ്മളുടെ മുന്നിൽ 5 സെഷൻ ഇനിയുണ്ട് നിലവിലെ സ്ട്രക്ചർ പ്രകാരം ഉള്ളത്. കുറെ കുട്ടികൾ ഇനി പുതിയത് വരുമ്പോൾ നോക്കാം വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. 5 സെഷൻ ഇനിയുണ്ട്. മിനിമം ഓരോ പേപ്പർ വെച്ച് എഴുതിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും, 5 പേപ്പർ കംപ്ലീറ്റ് ആക്കി എടുക്കാനുള്ള സമയമുണ്ട്. ചില സ്റ്റുഡൻസ് ചില സെഷനിൽ 2 എണ്ണം വീതം എഴുതും, ചിലതിൽ 1 എണ്ണം ആയിരിക്കും എഴുതുക. അങ്ങനെ കൂട്ടുവാണെങ്കിൽ 2 സെഷൻ 2 എണ്ണം എഴുതിയതിന് 7-8 പേപ്പർ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയം ഇനിയുണ്ട്. ദാറ്റ് മീൻസ് ACC തുടങ്ങിയ ആൾക്കാർക്ക് ഫുൾ കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം ഇപ്പോഴും ഉണ്ട്. ബട്ട് ഞാൻ പറയുന്നത്, നിങ്ങൾ വെറുതെ ധൃതിയും കാണിക്കേണ്ട, വെറുതെ ഡിലേയും കാണിക്കേണ്ട. നിങ്ങളുടെ കാപ്പബിലിറ്റി എന്താ, നിങ്ങളുടെ സ്ട്രെങ്ത് എന്താ, നിങ്ങൾ ഇപ്പൊ പഠിച്ചു തുടങ്ങി മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾ ഏത് പേസിലാണോ സ്പീഡിലാണോ പോയിക്കൊണ്ടിരിക്കുന്നത്, അതേ സ്പീഡിൽ തന്നെ എന്ത് ചെയ്യാതെ മുന്നോട്ട് പോയാൽ മതി. ഓക്കെ, സോ ഇവിടെ വരുന്ന ഈ മൊമെന്റിൽ വരുന്ന ഈ ഡേറ്റ് ഒന്നുകൂടി പറയട്ടെ, 1-2 ഡേറ്റ് കൂടി പറയാനുണ്ട്. ജൂലൈ തൊട്ടിട്ടാണ് നമുക്ക് ജൂലൈ 2027 തൊട്ടിട്ട് ഫൗണ്ടേഷൻ ആൻഡ് നോളേജ് ലെവലിന്റെ എക്സാംസ് നമുക്ക് എഴുതി തുടങ്ങാം. സെപ്റ്റംബറിലാണ് നമ്മുടെ ഫസ്റ്റ് സിറ്റിംഗ് വരിക. ഏതിന്റെ? സ്കിൽസ് ലെവൽ എന്ന് പറയുന്ന എക്സ്പെർട്ടീസ് ലെവലിന്റെയും പി ലെവൽസ് എന്ന് പറയുന്ന സ്ട്രാറ്റജിക് പ്രൊഫഷണൽസ് നമുക്ക് എക്സാംസ് സെപ്റ്റംബർ ഓൺവേർഡ്സ് ആണ്. ആൻഡ് ഓഗസ്റ്റ് 2027 എന്ത് ചെയ്യും, നമ്മുടെ ലാസ്റ്റ് ഫൈനൽ ചാൻസ് ആണ് സെപ്റ്റംബർ 2027 നമുക്ക് എക്സാംസ് ബുക്ക് ചെയ്യാനുള്ളത്. ഇതാണ് നമ്മുടെ കീ ഡേറ്റ്സ്. സെപ്റ്റംബർ നടന്ന എക്സാംസിന്റെ റിസൾട്ട് ഒക്ടോബറിൽ വരും. ഇപ്പൊ പുതിയ സിലബസ് അല്ലെങ്കിൽ പുതിയ അപ്ഡേറ്റഡ് ക്വാളിഫിക്കേഷൻ പ്രകാരമുള്ള നമ്മുടെ റിസൾട്ട്സ് പബ്ലിഷ് ചെയ്യുന്നത് ഒക്ടോബറിലാണെന്ന് പറഞ്ഞു. സോ കീ ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ 2027 നമ്മുടെ ഫൈനൽ നിലവിലെ സെഷൻ എന്നുള്ളത് മനസ്സിലാക്കുക. ഏത് ലെവലിലൊരു എക്സ്പെർട്ടീസും സ്ട്രാറ്റജിക് ലെവലിലൊരു എക്സ്പെർട്ടീസിന്റെ സ്ട്രാറ്റജിന്റെയും. ഫസ്റ്റ് ജൂലൈക്ക് ഏതിന്റെ എക്സാം സ്റ്റാർട്ട് ചെയ്യും, ഫൗണ്ടേഷന്റെ ലെവലിന്റെ എക്സാംസ് എന്തെയും സ്റ്റാർട്ട് ചെയ്യുമെന്നും മനസ്സിലാക്കുക. ഓക്കെ, ഈ മൊമെന്റിൽ പലപ്പോഴും പല കുട്ടികളുടെയും ഞാൻ ഈ സംഗതികൾ സംസാരിച്ചപ്പോ എന്നോട് ഒരുപാട് കുട്ടികൾ പറഞ്ഞൊരു കാര്യമുണ്ട്, സർ നമ്മൾ ഈ ഡേറ്റ അനലിറ്റിക്സ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് പലപ്പോഴും കേൾക്കുന്നുണ്ട്. അപ്പൊ ഓപ്ഷണൽ പേപ്പേഴ്സിൽ നിലവിലുള്ള സ്ട്രക്ചർ പ്രകാരം നമുക്ക് ഈ പേപ്പർ പഠിക്കാൻ പറ്റില്ലല്ലോ. ഏത് ഈ കുറെ കുട്ടികൾ ഉറ്റുനോക്കുന്ന ഒരു പേപ്പറാണ് ഡേറ്റ സയൻസ് പ്രൊഫഷണൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഡേറ്റ സയൻസ് പ്രൊഫഷണൽ നിങ്ങൾക്ക് ACCയുടെ പേപ്പർ തന്നെ പഠിക്കണം എന്നില്ല. നിലവിലെ നിങ്ങൾ പേപ്പേഴ്സ് പ്രകാരം നിങ്ങളുടെ ഓപ്ഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുക. നിങ്ങൾ ജോലിക്ക് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളുടെ ജോലിയിൽ ഡേറ്റ പ്രൊഫഷണൽസിന്റെ ഏരിയയിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ ഇഷ്ടംപോലെ സർട്ടിഫിക്കേഷൻ നമുക്ക് വേറെ അവൈലബിൾ ആയിട്ടുണ്ട്. ACCയുടെ തന്നെയും വേറെ അവൈലബിൾ ആയിട്ട് അത് ചെയ്യാം. ഇനി അതല്ല, 2027 ഈ സിലബസ് തുടങ്ങിക്കഴിഞ്ഞാൽ ഈവൻ പണ്ട് മെമ്പർ ആയിട്ടുള്ള, പണ്ട് 2010-ലും 2011-ലും എഴുതിയ എക്സാംസ് എഴുതിയ എനിക്ക് വേണമെങ്കിൽ പോലും എന്ത് ചെയ്യുക, ഈ എക്സാംസ് റിക്വസ്റ്റ് ചെയ്തിട്ട് ACCയുടെ സൈഡിൽ നിന്ന് എഴുതാൻ പറ്റും. ഓക്കെ, സോ ഒരു പുതിയ പേപ്പർ ഉണ്ടല്ലോ, ഇതായിരിക്കും കുട്ടികളുടെ മനസ്സിൽ തെറ്റിദ്ധാരണ വരും. ഒരു പുതിയ പേപ്പർ വന്നിട്ടുണ്ട്, അപ്പൊ ഇതായിരിക്കും ഇനി ഭയങ്കര കരിയർ എന്ന് മാത്രം വിചാരിക്കുന്നവരുണ്ട്. അങ്ങനെയല്ല, ഇതെന്ന് പറയുന്നത് എടാ ഇപ്പം ഓപ്ഷണൽ പേപ്പേഴ്സിൽ AFM ഉണ്ട്, AAA ഉണ്ട്, ATX ഉണ്ട്, APM ഉണ്ട്. ഇതില് നമുക്ക് ഇഷ്ടപ്പെടുന്ന, നമുക്ക് പഠിക്കാൻ താല്പര്യമുള്ള, നമുക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ഏരിയ ആണെങ്കിൽ അത് എടുക്കാന്നുള്ളതല്ലേ നമ്മൾ നോക്കേണ്ടത്. സോ ഇപ്പൊ ഞാൻ പറഞ്ഞത്, നിലവിൽ നോളജ് ലെവലുള്ളവർ ഇതിനെപ്പറ്റി കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമേ ഇല്ല. നിങ്ങൾ പഠിച്ച് മുകളിലോട്ട് പോവാ, FM, PM, AA ഈ പേപ്പേഴ്സ് ഒക്കെ പഠിച്ച് മുകളിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈ പേപ്പേഴ്സിന്റെ ഐഡിയ കിട്ടും. അവിടെ എത്തുമ്പോൾ എന്തായാലും മതി, ഇതിനെപ്പറ്റി ആലോചിച്ചാൽ മതി. നിലവിൽ ജസ്റ്റ് മനസ്സിലാക്കിയൊക്കെ ഇങ്ങനെയൊക്കെയുള്ള പേപ്പേഴ്സ് ഉണ്ട്. ഇത് കഴിഞ്ഞ നിങ്ങളുടെ സീനിയേഴ്സിനോട് എന്ത് ചെയ്യുക, ചോദിക്കുക. നിലവിൽ ഈ ഡേറ്റ അനലിറ്റിക്സ് ആൻഡ് ഡേറ്റ സയൻസ് പ്രൊഫഷണൽ എന്ന് പറയുന്ന ഒരു പേപ്പർ നമുക്ക് പഠിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല എന്ന് വിചാരിച്ചാലും ടെൻഷൻ അടിക്കേണ്ട. 2027 നിങ്ങൾ മെമ്പർ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലോ, നിങ്ങൾക്ക് നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഏരിയ അതാണ്, എനിക്ക് റെലവെന്റ് ആയിട്ടുള്ള ഏരിയ ആണ് ഇതെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു പേപ്പർ എക്സ്ട്രാ എക്സാംസ് എഴുതാം. ഓക്കെ, ഫൈൻ. പിന്നെ ഇപ്പൊ ഇറങ്ങിയിട്ടുള്ള പേപ്പേഴ്സിൽ ജസ്റ്റ് ഒരു ഡിഫറൻസുകൾ ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. ഓരോന്ന് ക്വിക്ലി പോവാണ്. ഇതാണ് നിലവിലെ SBR പേപ്പർ. നിലവിലെ SBR പേപ്പറിന്റെ സ്റ്റഡി ഗൈഡാണിത്. ഇതാണ് SBRന്റെ പുതിയ പേപ്പറായ ബിസിനസ് ആൻഡ് സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ടിങ്ങിൻ്റെത്. ഇവിടെ
പഴയതിൽ കുറച്ചുകൂടി ഇങ്ങനെ നല്ല രസത്തിൽ ഇങ്ങനെ ഓരോ മൊഡ്യൂൾസ് ആണ്, എ മൊഡ്യൂൾ, ബി മൊഡ്യൂൾ, സി മൊഡ്യൂൾ, ഡി, ഇ എന്നൊക്കെ പറഞ്ഞ് തരുന്നുണ്ട്. ഈ മൊഡ്യൂൾസ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. മൊഡ്യൂൾസിന്റെ പേരുകൾ മാറ്റിയിട്ട് ഫസ്റ്റ് മൊഡ്യൂളിൽ മുഴുവനായിട്ട് പ്രധാനപ്പെട്ട എല്ലാ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും, IFRS and IASലെ എല്ലാ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും ഇവിടെ ടെസ്റ്റ് ചെയ്യുവാണ് മൊഡ്യൂൾ എയില്. മൊഡ്യൂൾ ബിയിൽ ഗ്രൂപ്പ് അക്കൗണ്ട്സ് ആണ്. മൊഡ്യൂൾ സി ആണ് ഒരു വ്യത്യാസം. സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ടിംഗ് എന്ന പേരിൽ SBR പേപ്പറിൽ ഒരു പുതിയൊരു മൊഡ്യൂൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ് ചെയ്തത്. പണ്ട് ഈ സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ടിംഗ് നമുക്കുണ്ട്. ഞാൻ അത് നിങ്ങൾക്ക് കാണിച്ചു തരുവാണെങ്കിൽ നമ്മുടെ സിലബസിൽ ഈ ഇമ്പാക്ട്സ് ഇവിടെ ഈ ഇന്റർപ്രറ്റ് ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഓഫ് ഡിഫറെന്റ് സ്റ്റേക്ക് ഹോൾഡറിൽ 1A-B കഴിഞ്ഞ് ഇവിടെ C കാണാം. ഒരു ചാപ്റ്ററിന്റെ അകത്ത് ഒരു കുഞ്ഞ് കണ്ടന്റ് മാത്രമായിരുന്നു IFRS അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആൻഡ് IFRS സസ്റ്റൈനബിലിറ്റി ഡിസ്ക്ലോഷർ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്ന ഒരു ഏരിയ. എന്നിട്ട് എക്സാമിന് നല്ല ഹൈ വെയിറ്റേജിൽ ടെസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു. ഇതിനൊരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ട് അതിലൊന്ന് പോളിഷ് ചെയ്തു. ബാക്കി സിലബസ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെ. ഒരു പുതിയ മൊഡ്യൂൾ എന്ന നിലക്ക് അത് കുറച്ചുകൂടി ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, പഠിക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെയാണ് ഓൾമോസ്റ്റ് എല്ലാ പേപ്പേഴ്സിലും ഇതുപോലെ തന്നെയാണ്. കംപ്ലീറ്റ് സിലബസ് വൈപ്പ് ഔട്ട് ചെയ്ത് പുതിയ സിലബസ് ആരും പ്ലേസ് ചെയ്യുന്നില്ല. ഞാൻ എന്റെ ജൂനിയർ ആയിട്ടുള്ള ട്യൂട്ടേഴ്സിനോടൊക്കെ പറഞ്ഞു, അവരെനിക്ക് മെസ്സേജ്, സാർ നമ്മൾ പഠിച്ച സമയത്തുള്ള സിലബസ് ഇനി ഞാൻ വീണ്ടും ഫുള്ളായിട്ട് പഠിക്കണം. ഞാൻ പറഞ്ഞു ഫുള്ളായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഈവൻ ട്യൂട്ടേഴ്സിന് ഒരു ചെറിയ ഫൈൻ ട്യൂണിങ്, എക്സാംസിന്റെ പാറ്റേണിൽ ചെറിയ വ്യത്യാസമുണ്ട്, അതിനനുസരിച്ചുള്ള അപ്ഡേഷൻ ആണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള കറക്റ്റ് ട്രെയിനിങ് ACCയുടെ സൈഡിൽ നിന്നും ACCയുടെ അപ്രൂവ്ഡ് ലേണിംഗ് പാർട്ട്നർ, എസ്പെഷ്യലി പ്ലാറ്റിനം ലേണിംഗ് പാർട്ട്നേഴ്സ് ആയ നമുക്ക് എല്ലാവർക്കും, എല്ലാ ട്യൂട്ടേഴ്സും ACCയുടെ സൈഡിൽ നിന്ന് അത് ഗ്യാരണ്ടീഡ് ആണ്. അവർ പതിയെ അത് നമുക്കൊരു 1.5 ഇയറിനുള്ളിൽ അത് കംപ്ലീറ്റ് ആയി. ഇപ്പോഴേ കുറെ ട്രെയിനിങ്സും കാര്യങ്ങളും തുടങ്ങിയിട്ടുമുണ്ട്. ഓക്കെ, സോ SBR ഒരു കീ ചേഞ്ച് ഇതാണ്. ഒരു പുതിയൊരു മൊഡ്യൂൾ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ പുറമെ എക്സാമിനേഷന്റെ സമയത്തിലല്ല, എക്സാമിന്റെ സെക്ഷനിൽ വ്യത്യാസമുണ്ട്. നിലവില് 2 സെക്ഷനില് ഇങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത്. സെക്ഷൻ എയില് ആദ്യത്തത് 30 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, പിന്നെ ഒരു 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, പിന്നെ ഒരു 25 സെക്ഷൻ ബിയിലും ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിനു പകരം ഇനി അവർ ചോദിക്കാൻ പോകുന്നത് ഇങ്ങനെയാണ്. സെക്ഷൻ എയിൽ ഒരു ക്വസ്റ്റ്യനേ ഉള്ളൂ, 50 മാർക്ക്. നേരത്തെ 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, 30ന്റെയും 20ന്റെയും. ഇത് കമ്പൈൻ ചെയ്ത് ഒറ്റൊരു ക്വസ്റ്റ്യൻ. അതിൽ 30 മാർക്ക് ടെക്നിക്കൽ മാർക്ക് ആയിരിക്കും. 8 മാർക്സ് എത്തിക്സിന്റെ മാർക്സ് ഉണ്ടാവും, 6 മാർക്ക് പ്രൊഫഷണൽ സ്കിൽസ്. സോ ബേസിക്കലി 2 ക്വസ്റ്റ്യൻ ആയിട്ടുണ്ടായിരുന്ന ഒരു കണ്ടന്റിനെ ഒന്നിച്ചൊരു സിംഗിൾ ക്വസ്റ്റ്യൻ ആയി ടെസ്റ്റ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള ചെറിയ ചേഞ്ചസ് ആണ് പേപ്പേഴ്സിലുള്ളൂ. ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരാനുള്ള കാര്യം, നമുക്ക് എല്ലാ പേപ്പേഴ്സിലും ഇതുപോലെ ഡീറ്റെയിൽഡ് ആയിട്ട് പോകാൻ കഴിയില്ല, നമ്മുടെ സമയക്കുറവ് മൂലം. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഓൾമോസ്റ്റ് നമ്മുടെ സിലബസ് ഒക്കെ സെയിം തന്നെയാണ്. ഫ്യൂച്ചറിന് വേണ്ടിയിട്ടുള്ള പോളിഷ് ആണ് സിലബസിൽ നടന്നത്. കംപ്ലീറ്റ്ലി മൊത്തമായിട്ടൊന്നും മാറ്റിയിട്ടില്ല. ദെൻ എക്സാമിന്റെ പാറ്റേണിൽ സെക്ഷൻ എയിൽ 1-2 ക്വസ്റ്റ്യൻ ഉള്ളത് ചിലപ്പോൾ കമ്പൈൻ ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ ആക്കിയിട്ടുണ്ട്. പ്രൊഫഷണൽ മാർക്സിൽ ചെറിയ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ചേഞ്ചസ് മാത്രമേ വന്നിട്ടുള്ളൂ. ഇത് നിങ്ങൾ ഓരോ പേപ്പറിന്റെയും എടുത്ത്, ഇത് SBL ആണ്. SBL വലിയ ചേഞ്ച് ഇല്ല, ഇൻക്ലൂഡിങ് പേരിൽ പോലും അവരെന്ത് ചെയ്തില്ല, ചേഞ്ച് ചെയ്തിട്ടില്ല. ബാക്കിയെല്ലാം പേരിൽ വ്യത്യാസമുണ്ട്, നമ്മുടെ കണ്ടന്റ് ചെറിയ പോളിഷ് ഉണ്ടെന്ന് പറഞ്ഞു. ആൻഡ് ഓപ്ഷണൽ പേപ്പേഴ്സ് ഇല്ലേ, ഓപ്ഷണൽ പേപ്പേഴ്സ് എല്ലാം ഒരേ പാറ്റേണിൽ തന്നെ ഉള്ളത്. ഓപ്ഷണൽ പേപ്പേഴ്സിൽ സെക്ഷൻ എയില് ഇവിടെ പറയുന്നുണ്ട്, ഒരു മിനിറ്റ്. ഓപ്ഷണൽ പേപ്പേഴ്സിൽ all optional examination have 2 sections and contain 80 technical marks and 20 personal marks. എല്ലാ ഓപ്ഷണൽ പേപ്പേഴ്സും 2 സെക്ഷൻ ആയിട്ടുള്ള സെക്ഷൻ എയും ബിയും, എയില് 50 മാർക്കും ബിയിലും 50 മാർക്കാണ്. അതിൽ പ്രൊഫഷണൽ മാർക്സ് എവിടെ ടെസ്റ്റ് ചെയ്യുന്നതിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പൊ ഇതിലിപ്പോ നിലവിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നതിൽ വലിയ കാര്യമില്ല. കാരണം നമ്മൾ ഈ പേപ്പർ എന്താണെന്ന് നല്ല രീതിയിൽ നോക്കിയിട്ടില്ലല്ലോ. ഇതിൽ ആ കൂടി ഒരു സർപ്രൈസ് എല്ലാവർക്കും താല്പര്യമുള്ളത് ഈ ഡേറ്റ സയൻസ് പ്രൊഫഷൻ എന്ന് പറയുന്ന ഒരു പേപ്പറിൽ നമുക്ക് എന്താണ് പഠിക്കാനുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതിന് മുമ്പ് 1-2 ക്വസ്റ്റ്യൻസ് ഇവിടെ വന്നിട്ടുണ്ട്. സാർ, ഞാൻ ജസ്റ്റ് ACCA സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ, അപ്പോൾ ഞാൻ BT പേപ്പർ അറ്റംപ്റ്റ് ചെയ്യണോ? യെസ്, നിങ്ങളിപ്പോ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂടാ, 1 വർഷം കഴിഞ്ഞിട്ടല്ലേ ഈ ചേഞ്ചസ് ഒക്കെ ഉള്ളത്. അപ്പോഴേക്കും നിങ്ങൾ എക്സ്പെർട്ടീസ് ലെവലിന്റെ പകുതിയോളം കംപ്ലീറ്റ് ആവും. ഇപ്പൊ നിലവിൽ എന്താണുള്ളത് അതുപോലെ തന്നെ പഠിച്ച് നിങ്ങൾ പോകുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ.
സർ ഞാൻ SBR SBL ട്രിപ്പിൾ ജൂലൈ ആകുമ്പോൾ കംപ്ലീറ്റ് ആക്കിയാൽ അഫിലിയേറ്റ് ആകുമോ? യെസ്, നിങ്ങൾ അഫിലിയേറ്റ് ആവും ജൂലൈക്ക് മുന്നേ കംപ്ലീറ്റ് ആക്കിയാൽ. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. വേറൊരു ടൂൾ ഉണ്ട് നിങ്ങൾക്ക്. എടാ ACCയുടെ ഒരു ടൂൾ ഉണ്ടായിരുന്നു, ട്രാൻസിഷൻ ടൂൾ എന്ന് പറഞ്ഞിട്ട്. ആ ടൂളിൽ നിങ്ങൾ ഈ 2027 എന്ന് പറഞ്ഞ പോയിന്റ് ഇല്ലേ, 2027 എന്ന് പറഞ്ഞൊരു പോയിന്റ് ഇല്ലടാ, ആ പോയിന്റ് ജൂലൈ 2007 അല്ലെങ്കിൽ ജൂൺ 2027 നിങ്ങൾ ഏതൊക്കെ പേപ്പർ വരെ കംപ്ലീറ്റ് ആവുന്ന ഏകദേശം ഒരു ഐഡിയ. ചിലപ്പോൾ നമ്മൾ പാസ്സാവും, ചിലപ്പോൾ തോൽക്കും. ബട്ട് നമ്മൾ ശുഭാപ്തി വിശ്വാസത്തിൽ മുന്നോട്ട് പോവുക. നമ്മൾ എല്ലാ പേപ്പറും നമ്മൾ ഫസ്റ്റ് ടൈമിൽ തന്നെ പാസ്സാവുന്ന നിലയ്ക്ക് ജൂൺ 2027 നിങ്ങൾ എത്രത്തോളം പേപ്പേഴ്സ് കംപ്ലീറ്റ് ആകുമെന്ന് നോക്കുക. അതിന്റെ ഡേറ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ ആ ട്രാൻസിഷൻ ടൂളിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സിറ്റുവേഷൻ എന്തായിരിക്കും കറക്റ്റ്ലി ആ ഇത് പറഞ്ഞു തരുന്നുണ്ട്. ഞാൻ ഇവിടെ എടുത്തു വെച്ചായിരുന്നു, എനിക്കൊന്നും അത് അറിയാതെ ക്ലോസ് പോയി. ഞാൻ വേണ്ടി അതൊന്ന് കാണിച്ചു തരാം. ഇത് FAQs ട്രാൻസിഷൻ ടൂൾ എടുക്കട്ടെ. ACCA ട്രാൻസിഷൻ ടൂൾ, ACCA ക്വാളിഫിക്കേഷൻ ട്രാൻസിഷൻ ടൂൾ എന്ന് പറഞ്ഞിട്ട് ഒരു ടൂൾ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഞാനിപ്പോ ഇവിടെ ഡൗട്ട് ചോദിച്ച ഒരാളുടെ തന്നെ എക്സാമ്പിൾ ഇവിടെ ഇടാം. നോക്കണേ, എല്ലാവരും ശ്രദ്ധിച്ചോ. നിങ്ങൾ നിലവിൽ ഒരു സ്റ്റുഡന്റ് ആണോ എന്നാണ് ഫസ്റ്റ് ചോദിക്കുന്നത്. ഓക്കെ, നിങ്ങൾ നിലവിൽ ഒരു സ്റ്റുഡന്റ് ആണോ? അത് നമ്മളിവിടെ ടിക്ക് ചെയ്യുന്നു. ഒരു സെക്കൻഡ് ഇടാ. യെസ്, ഞാനൊരു സ്റ്റുഡന്റ് ആണ്. ഓക്കെ, നിലവിൽ ഉദ്ദേശിക്കുന്നത് ജൂൺ 2026 നമ്മുടെ ആ ലാസ്റ്റ് എക്സാംസിന്റെ എഴുതുന്നത് വരെ. ആ സമയമാകുമ്പോഴത്തേക്കും നമ്മൾ നിങ്ങൾ ഫൗണ്ടേഷൻ റൂട്ടിൽ വന്നാലും ACCA മെജോറിറ്റി കുട്ടികൾ ACCA ക്വാളിഫിക്കേഷനിലൂടെ വന്നവരാണ്. കണ്ടിന്യൂ ചെയ്യുക. ആൻഡ് നിങ്ങൾ നോക്ക്, സെലക്ട് ഓൾ റിമെമ്പർ ദാറ്റ് BTFA വിൽ വൺ ലോ ആൻഡ് ടൈം. നിങ്ങൾ ഏതെല്ലാം കംപ്ലീറ്റ് ചെയ്യും BTFA MA ലോ. ഇപ്പൊ BT എഴുതില്ല എന്ന് വെച്ചു, ഒരു കുട്ടി BT എഴുതാൻ വെറുതെ വെയിറ്റ് ചെയ്ത് വെച്ചു. ഞാൻ പറഞ്ഞ BTയുടെ നോളജ് നമുക്ക് കിട്ടണ്ടേ. നമുക്ക് ഇത് പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കുക മാത്രമല്ലല്ലോ നമ്മുടെ ഒബ്ജക്റ്റീവ്, നമുക്ക് അതിന്റെ നോളജ് കൂടി കിട്ടണ്ടേ. ഓക്കെ, കഴിഞ്ഞ എന്ത് ചെയ്യുക, എക്സാംസ് നിങ്ങൾ എഴുതാനുള്ളതെല്ലാം എഴുതുക, ഡിലേ ആക്കണ്ട. ടാക്സ് എഴുതി, FR എഴുതി, ഡബിൾ എഴുതി, PM-ഉം FM എഴുതിയിട്ടില്ല, ഇത്ര വരെ എത്തിയെന്ന് വിചാരിച്ചോ. ഓക്കെ, ഇത്ര വരെ എത്തിയെന്ന് വിചാരിച്ചോ. അങ്ങനെയുള്ളവർക്ക് നിങ്ങൾ EPSM ഇതിനു മുമ്പ് കംപ്ലീറ്റ് ആക്കുമോ? ഈ നിലവിലുള്ള ഒരു EPSM മൊഡ്യൂൾ ഇല്ലേ, അത് നിങ്ങൾ സെപ്റ്റംബർ 2027 മുന്നേ അത് നിങ്ങൾ കംപ്ലീറ്റ് ആവും. നമ്മുടെ എക്സാംസ് നടക്കുന്നത് സെപ്റ്റംബർ 2027 അല്ലേ ഫസ്റ്റ്. അതിനു മുമ്പ് നിങ്ങൾ കംപ്ലീറ്റ് ആവും. കംപ്ലീറ്റ് ആക്കിയില്ലെങ്കിൽ നമ്മുടെ നേരത്തെ കാണിച്ച ഈ മൊഡ്യൂൾ ഇല്ലേ, ഈ മൊഡ്യൂൾ എഴുതേണ്ടി വരും. ഏത് മൊഡ്യൂൾ അറിയോ? നേരത്തെ നമ്മൾ ഇവിടെ കാണിച്ചൊരു മൊഡ്യൂൾ ഇടാം, ഇത് എത്തിക്കൽ ആൻഡ് സസ്റ്റൈനബിൾ ലീഡർഷിപ്പ്, അതുകൂടി എഴുതേണ്ടി വരും. ഞാൻ അത് എഴുതിയിട്ടില്ല എന്നാണ് കൊടുക്കുന്നത്. EPSM ഞാൻ കംപ്ലീറ്റ് ആക്കുന്നില്ല എന്നാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നോളജ് ലെവൽ ഫുൾ കംപ്ലീറ്റ് ആയി. എക്സ്പെർട്ടീസ് ലെവലിൽ നിങ്ങൾ FM-ന്റെ ഇക്വലന്റ് പേപ്പർ, PM-ന്റെ ഇക്വലന്റ് പേപ്പർ, അതുപോലെ നമ്മുടെ എംപ്ലോയബിലിറ്റി മൊഡ്യൂൾ EPSM എഴുതാത്തതിന്റെ പേരിൽ എസെൻഷ്യൽ എംപ്ലോയബിലിറ്റി മൊഡ്യൂളിന്റെ ആ പേപ്പർ കംപ്ലീറ്റ് ചെയ്യണം. അതല്ല, നിങ്ങൾ EPSM കംപ്ലീറ്റ് ആക്കിയിരുന്നെങ്കിൽ ഇത് എഴുതേണ്ടിയില്ലായിരുന്നു. അതിന്റെ പുറമെ നമ്മുടെ ഇവിടെ ഒരു ഫൈനൽ ഒരു മൊഡ്യൂൾ ഉണ്ടാവും, എസെൻഷ്യൽ എംപ്ലോയബിലിറ്റി മൊഡ്യൂൾ, അത് നമുക്ക് എഴുതേണ്ടി വരത്തില്ല. സോ S1 S2 പ്ലസ് ഒരു ഓപ്ഷണൽ പേപ്പർ. ഒന്നുകൂടി നമുക്ക് നോക്കാം, എന്ത് നോക്കാം, ആ ഒരു പേപ്പർ EPSM കംപ്ലീറ്റ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് എന്താ വേണ്ടി വരാന്നുള്ളത്. ACCA ക്വാളിഫിക്കേഷൻ റൂട്ടാണ്. കണ്ടിന്യൂ ചെയ്യുന്നു. ഞാൻ എല്ലാ പേപ്പേഴ്സ് എഴുതുന്നുണ്ട്. BT, FA, MA, ലോ, ടാക്സ്, FR, AA. PM-ഉം FM-ഉം സ്കിൽസ് ലെവലിൽ എഴുതിയില്ല. കണ്ടിന്യൂ കൊടുക്കുന്നു. ഞാൻ EPSM എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടിന്യൂ കൊടുക്കുന്നു. ദാറ്റ് മീൻസ് ഇത് 4 കംപ്ലീറ്റ് ആയി. ഇവിടെ നമുക്ക് എന്താ ഫിനാൻസ് ആൻഡ് FM-ന്റെയും PM-ന്റെയും എഴുതണം. ഈ മൊഡ്യൂൾ കംപ്ലീറ്റ് ആക്കാന്നാ പറഞ്ഞത്. ഞാൻ മനസ്സിലാക്കി വെച്ചത് ഈ മൊഡ്യൂൾ എഴുതണ്ടെന്നായിരുന്നു, പക്ഷെ അതും ടു ബി കംപ്ലീറ്റഡ് എന്നാണ് കിടക്കുന്നത് കേട്ടോ. നമ്മൾ EPSM യെസ് അല്ലേ കൊടുത്തത്? യെസ് ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യണമെന്നാ. എഴുതി വേണ്ട. ഓക്കെ, ഫൈനലി ഉള്ള മൊഡ്യൂൾ വേണ്ട, ഇൻ ബിറ്റ്വീൻ ഉള്ള ഈ മൊഡ്യൂളിന്റെ എക്സാംസ് കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. EPSM-ന് ഇക്വലന്റ് ആയിട്ട് ഫൈനൽ മൊഡ്യൂൾ ആണ് ഒഴിവാക്കി തരുന്നത്. ഇൻ ബിറ്റ്വീൻ ഉള്ള മൊഡ്യൂൾ നമ്മൾ എഴുതേണ്ടി വരും. ദെൻ S1 S2 ദെൻ ഓപ്ഷനിൽ 1. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ലെവൽ എന്തായിരിക്കും അനലൈസ് ചെയ്ത് ഈ ട്രാൻസിഷൻ ടൂൾ ഇട്ട് കൊടുത്താൽ അത് ഓപ്പൺലി പറഞ്ഞു തരും. ഇട്ട് കൊടുക്കേണ്ട പേപ്പേഴ്സ് നിങ്ങൾ ജൂൺ 2027 വരെ അറ്റംപ്റ്റ്, ലാസ്റ്റ് നമുക്ക് ജൂണിലല്ലേ എക്സാംസ് എഴുതാൻ പറ്റുന്നത്, അതുവരെ നിങ്ങൾ കംപ്ലീറ്റ് ആകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പേപ്പേഴ്സും മൊഡ്യൂൾസും നിങ്ങൾ കൊടുക്കും. നിങ്ങൾക്ക് കറക്റ്റ്ലി നിങ്ങളുടെ സിറ്റുവേഷൻ എന്തായിരിക്കും അവിടെ കാണിച്ചു തരും. ഓക്കെ,
സോ എല്ലാവരും കാത്തിരുന്ന ഒരു പുതിയ പേപ്പർ ഡേറ്റ സയൻസ് പ്രൊഫഷൻ എന്ന് പറഞ്ഞ ഈ പേപ്പറിൽ നമുക്ക് എന്താണ് പഠിക്കാനുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. നിലവിൽ നിങ്ങൾക്ക് ഇതിന്റെ പേരുകളോ കാര്യങ്ങളോ ഒന്നും ഭയങ്കരമായിട്ട് ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളുന്നില്ല, കാരണം നമ്മുടെ ഡേറ്റ അനലിറ്റിക്സ് ഇസ് വെരി വെരി ന്യൂ ഫോർ അസ്. സോ ഇതില് എ മുതൽ ജി വരെ, എച്ച് എന്നുള്ള മൊഡ്യൂൾ നോക്കേണ്ടത്, അത് പ്രൊഫഷണൽ സ്കിൽസ് എല്ലാത്തിലും ഉള്ളതാണ്. എ മുതൽ ജി വരെയുള്ളതാണ് കണ്ടന്റ്. ഈ എ തൊട്ട് ഡി വരെയുള്ള മൊഡ്യൂൾസ് അല്ലേ, എ മൊഡ്യൂൾ ബിസിനസ് പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഡേറ്റ റെഡിനെസ്, മാത്തമാറ്റിക്കൽ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ്, ദെൻ പ്രോഗ്രാമിംഗ് ഫോർ ബിസിനസ്, അവിടെ ഈ പ്രോഗ്രാമിലാണ് പൈത്തണും SQL ഒക്കെ പഠിക്കുന്നത്, ഡേറ്റ സയൻസ് ടെക്നിക്സ്. ഇത്രയും കാര്യം പ്യുവർലി ACCക്ക് വേണ്ടി മാത്രമല്ല, എല്ലാ ഇപ്പം നമുക്ക് എഞ്ചിനീയറിംഗിന്റെ ഫീൽഡില്, മെഡിക്കൽ ഫീൽഡില്, ഫിനാൻസ് ഫീൽഡിൽ, എല്ലാ ഫീൽഡിലും ഡേറ്റയും ഡേറ്റ അനലിറ്റിക്സ് ഉണ്ട്. ഏത് ഫീൽഡിലും നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഡേറ്റ അനലിറ്റിക്സിന്റെ ടെക്നിക്സുകളാണ് കൂടുതൽ ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. ഈ പഠിച്ച ടെക്നിക്സുകൾ നമ്മുടെ ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ് ഏരിയയിൽ അപ്ലൈ ചെയ്യുന്നു. നിങ്ങൾ പഠിച്ച ടെക്നിക്സും കാര്യങ്ങളും ഓഡിറ്റ് ആൻഡ് റിസ്ക് ആൻഡ് ഫ്രോഡിൽ അപ്ലൈ ചെയ്യുന്നു, ഫിനാൻഷ്യൽ പ്ലാനിങ് ആൻഡ് റിപ്പോർട്ടിംഗ് ആൻഡ് അനാലിസിൽ അപ്ലൈ ചെയ്യുന്നു, കോസ്റ്റിംഗ് ആൻഡ് ബജറ്റിംഗ് ചെയ്യുന്നു, ESG റിപ്പോർട്ടിംഗിൽ അത് ചെയ്യുന്നു. ഇങ്ങനെയുള്ള ബാക്കിയുള്ള ഏരിയാസ് ഓൾമോസ്റ്റ് എന്താണ്, നമ്മൾ പഠിച്ച ഡേറ്റ അനലിറ്റിക്സിന്റെ ടെക്നിക്സ് നമ്മുടെ ഫിനാൻസ് മേഖലയിൽ ആപ്ലിക്കേഷൻ ചെയ്യുന്നതായിട്ടാണ് ഞാൻ സിലബസിലൂടെ നോക്കിയപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ആൻഡ് ഫൈനൽ പ്രൊഫഷണൽ സ്കിൽസ് എന്ന് പറയുന്ന എല്ലാ പേപ്പറിലും പോലെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ, ബിസിനസ് കൊമേഴ്ഷ്യൽ എക്യുപ്മെന്റ്, സ്കെപ്റ്റിസിസം, അനാലിസിസ് ആൻഡ് ഇവാലുവേഷൻ സ്കില്ലാണ്. ഇതെല്ലാം എല്ലാ P-level പേപ്പേഴ്സിലും ഉണ്ട്. ഇപ്പൊ നിങ്ങൾ P-level എഴുതാത്തവരാണ് ചിലപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. അത് എല്ലാത്തിലുള്ള ഒരു കോമൺ ആണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഇപ്പം പുതുതായിട്ട് ഓപ്ഷണൽ പേപ്പേഴ്സിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതെന്ന് പറയുന്നത് വളരെ വളരെ എന്താ ഡേറ്റ അനലിറ്റിക്സ് ഫീൽഡ് വളരെ മിനിമൽ ആയിട്ടുള്ള കണ്ടന്റ് ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കിയെടുക്കുന്നത്. ആൻഡ് ഇതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസേഴ്സിലൂടെ ഞാൻ കടന്നുപോയി. അതും നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ പഠിക്കാനും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണുള്ളത്. ഇതിന്റെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഫ്യൂച്ചർ ACCA ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞ് നമ്മൾ ഷെയർ ചെയ്ത ലിങ്കുകൾ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ പേപ്പറിന്റെയും സ്പെസിമെൻ പേപ്പറും കാര്യങ്ങളും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ആൻഡ് നേരത്തെ പറഞ്ഞതുപോലെ P-levelന്റെ എല്ലാ പേപ്പേഴ്സും 2 സെക്ഷൻ ആയിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത്. സെക്ഷൻ Aയിൽ 50 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യനും സെക്ഷൻ Bയിൽ 2 മാർക്കിന്റെ 25 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അത് ഈ പുതിയ പേപ്പറിലും അങ്ങനെ തന്നെയാണ് ഉള്ളത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ പുതിയ പേപ്പറിന്റെ സിലബസ് ആയിട്ട് കിടക്കുന്നത്. നമ്മുടെ ഇന്നത്തെ ഈ സെഷന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇങ്ങനൊരു സാധനം വന്നിട്ടുണ്ട്, ഇതൊന്ന് നിങ്ങൾ എടുത്ത് നോക്കണം. അത് നോക്കാൻ വേണ്ടി അല്ലെങ്കിൽ വായിക്കാൻ വേണ്ടി നമ്മുടെ സൈഡിൽ ഒരു പുഷ് തന്നാൽ മാത്രമല്ല, അല്ലെങ്കിൽ ഇങ്ങനെ സാധനം ഇവിടെ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ മാത്രമാണ് കുട്ടികൾ ഇത് വായിക്കത്തുള്ളൂ അല്ലെങ്കിൽ ശ്രദ്ധിക്കത്തുള്ളൂ. അത് നിങ്ങളിലോട്ട് ഞാൻ അതിന്റെ ഒരു ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ അതിന്റെ ഒരു കാര്യം നിങ്ങളുടെ എത്തിച്ച് തന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വേറെ എന്തെങ്കിലും നമുക്ക് കുറച്ചൊരു 10 മിനിറ്റ് കൂടി നമ്മുടെ സമയമുണ്ട് 1 hourലോട്ട്. ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും 1 by 1 കൺസിഡർ ചെയ്യാം. So if 9 papers completed, 4 papers to go, maybe within March 27 will complete all paper will be an SC affiliate. നിങ്ങൾ 11 പേപ്പർ ഞാൻ പറയുന്നു, S1 S2 എന്ന് പറഞ്ഞ SBR SBL പേപ്പർ കംപ്ലീറ്റ് ചെയ്യുകയും ഓപ്ഷനിൽ ഏതെങ്കിലും ഒരു പേപ്പർ കൂടി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ബൈ June 2027 എങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് അഫിലിയേറ്റ് ആണ്. പക്ഷെ നേരത്തെ ഇപ്പോഴേ കംപ്ലീറ്റ് ആയിട്ട് ഇനി ഒരു പേപ്പർ കൂടി ഉണ്ട്, അതിന് വെയിറ്റ് ചെയ്ത് നിൽക്കരുത്. കഴിഞ്ഞ എന്ത് ചെയ്യാൻ നേരത്തെ എത്ര നേരത്തെ നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നു അത്രയും ക്വാളിഫിക്കേഷൻ നേരത്തെ കംപ്ലീറ്റ് ചെയ്ത് ഇൻഡസ്ട്രിയിലോട്ട് വരാൻ നോക്കുക. വേറെ എന്താണ് നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാനുള്ളെങ്കിൽ എന്നോട് ചോദിക്കൂ. 1 by 1 അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ചോ. 1 by 1 ചോദിച്ചോ. ട്രാൻസിഷൻ ടൂൾ എന്ന് പറയുന്നത് എവിടെയാ കിട്ടുക? നിങ്ങളുടെ ACCAയുടെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ ഞാൻ എവിടെയല്ല കയറി ജസ്റ്റ് ഇതാ സിമ്പിൾ ആയിട്ട് ACCA ട്രാൻസിഷൻ ടൂൾ തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ തന്നെ ഒരു ACCA ക്വാളിഫിക്കേഷൻ ട്രാൻസിഷൻ ടൂൾ കേട്ടോ. ഇതിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ പോകുന്ന സ്റ്റുഡന്റ് ആണെങ്കിൽ തൊട്ടുള്ള സ്റ്റുഡന്റ് ആണെങ്കിൽ നിലവിൽ അഫിലിയേറ്റ് ആണെങ്കിൽ ഓൾറെഡി മെമ്പർ ആണെങ്കിൽ ഇങ്ങനെയുള്ള നിങ്ങളുടെ കണ്ടന്റ് അതനുസരിച്ച് കൊടുത്താൽ മതി കേട്ടോ. വേറെ സർ മോഡ്യൂൾസ് എക്സാം ആയിട്ട് ഉണ്ടാവുക? ഏതിന്റെ മൊഡ്യൂൾസ് ആണോ? എസെൻഷ്യൽ എംപ്ലോയബിലിറ്റി മൊഡ്യൂൾസ് ആണോ? നമ്മുടെ ഈ ഇവിടെ കിടക്കുന്ന ഈ മൊഡ്യൂൾസ് ആണോ ചോദിച്ചത്? ഇത് നിങ്ങളുടെ ഇപ്പൊ EPSM നിങ്ങൾ കണ്ടിട്ടുണ്ടോ? EPSM ഇല്ല, എഴുതിയിട്ടില്ല. ഇല്ല, EPSM എന്ന് പറയുന്നത് ഇപ്പം എത്തിക്സിന്റെ ഒക്കെ ഇമ്പോർട്ടൻസ് പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ നിങ്ങൾക്ക് എത്തിക്സിലുള്ള കണ്ടന്റ്സ് പഠിപ്പിച്ചു തരും. അതൊരു സ്ക്രീനിൽ ഒരു
ഒരു കഥ പോലെയൊക്കെയാണ് പഠിപ്പിച്ചു തരുക. ആ കഥയിലൂടെ നിങ്ങൾ കടന്നു പോകും. അതിന്റെ അവസാനം ക്വിസ് ഉണ്ടാവും. എല്ലാ ചാപ്റ്ററിന് ശേഷം എനിക്കൊന്ന് ഇതിന്റെയും സിലബസ് ഇറങ്ങിയിട്ടുണ്ട്. ഏതിന്റെ ആ ഒരു ഞാൻ ഇവിടെ എടുത്തു വെച്ചായിരുന്നത് ഇതാ എത്തിക്കൽ ആൻഡ് സസ്റ്റൈനബിൾ ലീഡർഷിപ്പ്. ഇത് ഏറ്റവും ഫൈനലി ഉള്ളതിന്റെയാണ് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചത്. നിങ്ങളുടെ പി ലെവലിൽ EPS പകരം എഴുതുന്ന ഫൈനൽ മൊഡ്യൂളിൻ്റെതാണ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ ഇത്രയും മൊഡ്യൂൾസ് ആണ്. യൂണിറ്റ് 1 തൊട്ട് യൂണിറ്റ് 17 വരെയുള്ള ചാപ്റ്റേഴ്സുകൾ പോലെയുള്ളതാണ്. ഓരോ ചാപ്റ്ററിന്റെ എൻഡിലും ക്വിസസ് ഉണ്ടാവും, സമ്മറി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് കംപ്ലീറ്റ് ആയാലും അതിന് ആൻസർ കൊടുത്താൽ മാത്രമേ അടുത്ത ചാപ്റ്റർ ഓപ്പൺ ആവത്തുള്ളൂ. അങ്ങനെ പോയി അവസാനം ഫൈനൽ ഒരു ടെസ്റ്റും ഉണ്ടാവും. ഓക്കെ, ആ ടെസ്റ്റ് തോറ്റാൽ വീണ്ടും എത്ര തവണ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. അത് അത്രയും വലിയ നമ്മുടെ ബാക്കി പേപ്പേഴ്സിനെ പോലെ വലിയ ചാലഞ്ചുള്ള ടെസ്റ്റ് ഒന്നുമല്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ആ റീഡിങ് പ്രോപ്പർലി ഓരോ ചാപ്റ്റേഴ്സിലൂടെ നിങ്ങൾ പ്രോപ്പർലി വായിച്ചു പോയി കഴിഞ്ഞാൽ ഉണ്ടാവും. എടാ നമ്മളിപ്പോ സ്റ്റഡി ഹബിലില്ലേ, സ്റ്റഡി ഹബിൽ ഓരോ ചാപ്റ്ററും നമ്മൾ നെക്സ്റ്റ് അടിച്ച് ചെറിയ കുഞ്ഞു ക്വസ്റ്റ്യൻ ചോദിക്കും. അവസാനം ഒരു സമ്മറി ക്യൂസ് ഉണ്ടാവും. അതെല്ലാം കഴിഞ്ഞ് ഏറ്റവും ഫൈനലി ഒരു ചെറിയൊരു ടെസ്റ്റ് ഉള്ളത് പോലെ ഒന്ന് ആലോചിച്ച് നോക്കും. അതാണ് EPSM മൊഡ്യൂൾ അല്ലെങ്കിൽ ഈ എംപ്ലോയബിലിറ്റി എസെൻഷ്യൽ എംപ്ലോയബിലിറ്റി മൊഡ്യൂളിലൊക്കെ വരുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? യെസ് സാർ. പിന്നെ ഇതിന് എമൗണ്ട് പേ ചെയ്യണോ? യെസ്, എല്ലാ മൊഡ്യൂൾസും നമ്മൾ പർച്ചേസ് കോസ്റ്റ് ഉണ്ട്. അതിന് എമൗണ്ട് എത്രയാന്ന് ഫീസൊക്കെ അവർ അപ്ഡേറ്റ് ചെയ്യത്തുള്ളൂ. അത് നമുക്ക് നോക്കാം. ഈവൻ ഞാൻ പറഞ്ഞില്ല ഇവിടെ 6 months സർട്ടിഫിക്കേഷൻ കിട്ടുമെന്ന് പറഞ്ഞില്ലേ. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഓപ്ഷണൽ എംപ്ലോയബിലിറ്റി മൊഡ്യൂൾസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ലൗഡ് അക്കൗണ്ടിങ്, മെഷീൻ ലേണിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഫിനാൻസ് ഫീൽഡിലുള്ള മെഷീൻ ലേണിംഗ് ഒക്കെ നമുക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ നമുക്ക് പർച്ചേസ് കോസ്റ്റ് ഉണ്ട്. അത് വേണമെങ്കിൽ ACC ത്രൂ നമുക്ക് പഠിക്കാം, അല്ലെങ്കിൽ പുറമേ നിന്ന് പഠിക്കാം. ബട്ട് എസെൻഷ്യൽ എംപ്ലോയബിലിറ്റി മൊഡ്യൂൾസ് നിലവിൽ EPSM ഫീസ് ഉണ്ട്. അതുപോലെ ഓൾമോസ്റ്റ് അതിനോട് ഇക്വലന്റ് ആയിട്ടുള്ള ഫീസ് തന്നെയായിരിക്കും വരിക. വേറെ ഓപ്ഷണൽ എംപ്ലോയബിലിറ്റി മൊഡ്യൂൾസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 6 months വരെ എക്സ്പീരിയൻസ് നമുക്ക് ആഡ് ഓൺ ചെയ്യാന്ന് പറഞ്ഞില്ലേ. അതെ, അവിടെ നമ്മുടെ ഏതെങ്കിലും ഒബ്ജക്റ്റീവ്സ് കംപ്ലീറ്റ് ആവുമോ? അതിനെ പറ്റിയുള്ള ഫർദർ ഡീറ്റെയിൽസ് പിന്നീട് തരുമെന്നാണ് നിലവിൽ അവർ പറഞ്ഞിട്ടുള്ളത്. കാരണം അത് ഏതൊക്കെ മൊഡ്യൂൾസ് ആണെന്ന് അവർ ഇപ്പോഴും ഫൈനലൈസ് ചെയ്തിട്ടില്ല. അതിൽ ഒബ്ജക്റ്റീവ്സിലോട്ട് അച്ചീവ് ആവുമെന്ന് പറഞ്ഞിട്ടില്ല. നിലവിൽ അവർ സൂചിപ്പിച്ചത് 6 months ആഡ് ഓൺ ചെയ്യും. സോ ടൈമിലോട്ടാണ് വരുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒബ്ജക്റ്റീവ്സിനെ പറ്റി നിലവിലൊന്നും അവർ പറഞ്ഞിട്ടില്ല. ഫർദർ ഡീറ്റെയിൽസ് വിൽ ഫോളോ എന്ന് മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, അതിന്റെ ഒരു ഏരിയ വേണം ഞാൻ നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് കാണിച്ചിടാം. ഇപ്പൊ ചോദിച്ചതിന് അതിനൊരു ഉത്തരം ഞാൻ ഒന്ന് കൊടുക്കട്ടെ. എവിടെയോ ഞാൻ വായിച്ചായിരുന്നു. ഇല്ല, അത് എവിടെയാണെന്ന് ഇനിയിപ്പോ തപ്പി എടുക്കേണ്ടി വരും. ഞാൻ വായിച്ചിട്ടുണ്ട്. എന്തായാലും 6 months വരെ കിട്ടും. ബട്ട് അതിനുള്ള ഫർദർ ഡീറ്റെയിൽസ് കുറച്ച് കഴിഞ്ഞിട്ടേ അറിയിക്കത്തുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. ഒറ്റ സെക്കൻഡ് ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്തേക്കാം. നോട്ട് ദിസ് വൺ qualification. No, here the future ACA qualification, enhance employability modules. ഇല്ല, ഇപ്പൊ ഇങ്ങനെ തപ്പിയെടുക്കാൻ എവിടെയാണെന്ന് എനിക്ക് സമയം എടുക്കേണ്ടി വരും. ഞാൻ എന്തായാലും റീഡ് ചെയ്തിട്ടുണ്ട്. ബട്ട് അതിന്റെ ഫർദർ ഡീറ്റെയിൽസ് പിന്നീട് കൊടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, വേറെ ആരെന്തോ ചോദിച്ചായിരുന്നല്ലോ. സർ, ഈ 11 to 13 പേപ്പേഴ്സ് ടു 11 പേപ്പേഴ്സ് ട്രാൻസിഷൻ എപ്പം മുതലുണ്ടാവുക? ജൂൺ 2027 ആണ് നിങ്ങൾക്ക് ലാസ്റ്റ് എക്സാംസ് എഴുതാനുള്ള ഓപ്ഷൻ ഫോർ 13. സെപ്റ്റംബർ ഓൺവേർഡ്സ് അത് 11 ആയി മാറുന്നു. ഓക്കെ സാർ, അപ്പൊ നമ്മള് ഈ ജൂൺ ആവുമ്പോഴേക്ക് നമ്മൾ ഓൾറെഡി 11 പേപ്പേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ പിന്നെ 2 പേപ്പേഴ്സും കൂടി ഉണ്ടല്ലോ. ആ 11 പേപ്പേഴ്സിൽ ഏതൊക്കെ ഉണ്ടായിരിക്കണം? എടാ നോക്ക്, F ലെവൽ വരെ നിങ്ങൾ എത്ര പേപ്പർ കംപ്ലീറ്റ് ആവും? സ്ട്രാറ്റജിക് പ്രൊഫഷണൽസ് എടുക്കാതെ സ്കിൽസ് ലെവൽ വരെ എത്ര പേപ്പേഴ്സ് കംപ്ലീറ്റ് ആവും? ടോട്ടൽ നോളേജ് പ്ലസ് 9 പേപ്പേഴ്സ് കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇനി നിങ്ങൾ കംപ്ലീറ്റ് ആയത് SBR-ഉം ഒരു AFM പേപ്പറാന്ന് ചോദിച്ചാൽ SBL എഴുതിയിട്ടില്ല. ഇപ്പൊ എത്ര പേപ്പർ കംപ്ലീറ്റ് ആയി? 11 ആയില്ലേ? ബട്ട് നിങ്ങൾ അഫിലിയേറ്റ് ആവില്ല. വൈ? 11 പേപ്പർ കംപ്ലീറ്റ് ആയി, ബട്ട് നിങ്ങൾ അഫിലിയേറ്റ് ആവില്ല. കാരണം കമ്പൽസറി പേപ്പർ ആയ SBL-ലൂടെ നിങ്ങൾ എന്ത് എഴുതണം. ഇങ്ങനെയാണെങ്കിൽ എനി ഓപ്ഷണൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താവും? ഡയറക്ട്ലി അഫിലിയേറ്റ് ആവും. ക്ലിയർ? ജൂണിലോ? വിത്തിൻ ജൂൺ 2027 നിങ്ങൾ ഇത്രയും പേപ്പേഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താവും? ട്രാൻസിഷൻ സെപ്റ്റംബർ ഓൺവേർഡ്സ്. ജൂണിൽ നിങ്ങൾ അഫിലിയേറ്റ് ആവില്ല.
സെപ്റ്റംബർ എക്സാം ഫസ്റ്റ് എക്സാം നടന്ന് അതിന് ആൻസർ വരുന്ന മൊമെന്റിലായിരിക്കും, പേപ്പർ പബ്ലിഷ് ചെയ്യുന്ന സമയത്തായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുക, affiliate സർ status ചെയ്യുക. ഓക്കെ സർ. അപ്പൊ നമ്മൾ ജൂണിൽ ഇപ്പൊ എക്സാം എഴുതിയില്ലാന്ന് വിചാരിച്ചത് അല്ല, അപ്പൊ നമ്മൾ സെപ്റ്റംബർ ആകുമ്പോഴേക്ക് അത് റെഡി ആവുമോ? എന്തിനാ എഴുതാതിരിക്കുന്നത്? എന്തിനാണ് അല്ല എഴുതാതിരിക്കുന്നത്? ഡിലേ ആവരുത്. അല്ല, പിന്നെ 2 പേപ്പേഴ്സ് എഴുതാൻ ഉണ്ടാവുമല്ലോ. അങ്ങനെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് നമ്മൾ എന്ത് ചെയ്യണ്ട, ഡിലേ ചെയ്യണ്ട. നോളജ് കിട്ടുമോ? ചിലപ്പോൾ നമ്മൾ എക്സാം പാസ് ആവും, ഫെയിൽ ആവും. അത് നമ്മുടെ എക്സാമിന്റെ സമയത്തുള്ള പാനിക് കാര്യങ്ങളും. ഒരു 3 months എന്തായാലും ഉണ്ടല്ലോ, ആ സമയത്ത് വെറുതെ ഇരിക്കാതെ ഏതെങ്കിലും ഒരു ഓപ്ഷണൽ പേപ്പേഴ്സ് ഏതാണോ അത് പഠിക്കുക, നോളജ് ഉണ്ടാക്കിയെടുക്കുക. റിസൾട്ട്സ് ഇനി ഇൻ കേസ് ഫെയിൽ ആവണമെങ്കിൽ നിങ്ങൾ എന്താവും, ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അഫിലിയേറ്റ് ആയി മാറും കേട്ടോ. ഓക്കെ ഓക്കെ സർ, താങ്ക് യു സർ. ഹായ് സർ, Hi. ഞാൻ ഇപ്പോൾ കറന്റ്ലി ലൈക്ക് 2027 ഞാൻ ബാച്ചിലേഴ്സ് കംപ്ലീറ്റ് ആവത്തുള്ളൂ. സോ Okay. അപ്പോൾ എനിക്ക് 9 പേപ്പേഴ്സ് എക്സംഷൻ കിട്ടും. അപ്പോൾ എനിക്കിപ്പോൾ ഇൻ ബിറ്റ്വീൻ 27 ഞാൻ ഗ്രാജുവേറ്റ് ആവത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ചുമ്മാ ഇരിക്കാണ്ട് EPS കംപ്ലീറ്റ് ചെയ്യുക. സോ അത് ഞാനൊരു 6 months കൂടെ മതിയാകും. സോ ബൈ ദ ടൈം ഞാൻ അത് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ വൺസ് നെക്സ്റ്റ് നവംബർ ആകുമ്പോഴത്തേക്കും ഞാൻ ഗ്രാജുവേറ്റ് ആവുള്ളൂ. സോ അത് കഴിയുമ്പോൾ ഞാൻ ജസ്റ്റ് ആ ലാസ്റ്റത്തെ 3 പേപ്പേഴ്സ്, അതായത് 2 മാൻഡേറ്ററിയും 1 ഓപ്ഷണലും മാത്രം ചെയ്താൽ പോരെ? ഞാൻ നമ്മുടെ ട്രാൻസിഷൻ ടൂൾ നേരത്തെ കിട്ടിയപ്പോ എക്സ്പെർട്ടീസ് ലെവലിലുള്ള ഒരു മൊഡ്യൂൾ ഉണ്ടല്ലോ, അതുകൂടി ചിലപ്പോൾ എഴുതേണ്ടി വരും. നിങ്ങളൊന്ന് ട്രാൻസിഷൻ ടൂൾ അത് നിങ്ങൾ ഈ പറഞ്ഞ കണ്ടീഷൻസ് ഫുൾ ഇട്ട് നോക്കൂ. ഓക്കെ, 9 പേപ്പേഴ്സ് എഴുതിയ പോലെ തന്നെ ഇട്ട് നോക്കൂ. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാവും. എനിക്ക് തോന്നുന്നു ആ ഇൻബിറ്റ്വീൻ എക്സ്പെർട്ടീസ് ലെവലിൽ നിങ്ങൾക്ക് ഉള്ള മൊഡ്യൂൾ ചിലപ്പോൾ എഴുതേണ്ടി വരും. ഇനി 9 പേപ്പർ എക്സംഷൻ റൂട്ടിൻ്റെത് യൂണിവേഴ്സിറ്റിക്ക് അനുസരിച്ചിട്ടാണ്, അതിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. ഒന്നുകിൽ എന്തായാലും ആ 3 പേപ്പർ നിങ്ങൾക്ക് എഴുതാൻ ഉണ്ടാവുള്ളൂ. 3 പേപ്പർ എഴുതി നിങ്ങൾ കംപ്ലീറ്റ് ആവും. ഓക്കെ, ബട്ട് EPSM മൊഡ്യൂളിന് ഇക്വലന്റ് ആയിട്ടുള്ള ഈ മൊഡ്യൂൾ എന്തായാലും എഴുതണ്ട. ഏതറിയോ, ഈ ഫൈനൽ മൊഡ്യൂൾ നിങ്ങൾ എഴുതണ്ട. ബട്ട് ചെറിയൊരു ചാൻസ് ഉണ്ട്. ഞാൻ നേരത്തെ ട്രാൻസിഷൻ ടൂൾ ഇട്ടപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, F ലെവൽ എഴുതി വരുന്ന കുട്ടികളിൽ, F ലെവൽ എക്സാംസ് എഴുതി, ഐ മീൻ സ്കിൽസ് ലെവൽ എക്സാംസ് എഴുതി വരുന്ന കുട്ടികളിൽ ഒരു പേപ്പർ ഒക്കെ പെൻഡിങ് ഉണ്ടെങ്കിൽ ഈ മൊഡ്യൂൾ കൂടി എഴുതാൻ പറയുന്നുണ്ട്. ഓക്കെ, സോ അത് നിങ്ങളൊന്ന് ട്രാൻസിഷൻ ടൂൾ ഇട്ട് നോക്കും. അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ കിട്ടേണ്ടതാണ്. ഞാനിപ്പോ ട്രാൻസിഷനിൽ ഇട്ടപ്പോ ഇത് കാണിച്ചില്ല. ലൈക്ക് ലാസ്റ്റത്തെ 3 പേപ്പറേ കാണിച്ചുള്ളൂ. ലൈക്ക് ഇത് കാണിക്കത്തില്ല, ഇതെന്തായാലും ഉണ്ടാവത്തില്ല. ഈ മൊഡ്യൂൾ ഉണ്ടാവും അതിന് ഇക്വലന്റ്. ബട്ട് ഇത് വരോ ഉണ്ടോ എന്നുള്ളത് അതും എനിക്ക് 10/10 അല്ലടാ, നിങ്ങൾ എങ്ങനെ കാണിച്ചത്. ഇട്ട് കൊടുത്തത്? നിങ്ങൾ എങ്ങനെ ഇട്ടെടുത്ത്? ഓരോ പേപ്പർ ടിക്ക് ചെയ്യണോ അല്ലെങ്കിൽ എക്സാംഷൻ റൂട്ട് എന്നാണോ കാണിച്ചത്? ഇപ്പൊ ഞാൻ ട്രാൻസിഷൻ ട്രാൻസിഷൻ സാർ ചെയ്ത പോലെ തന്നെ ട്രാൻസിഷൻ ടൂൾ എടുത്തിട്ട് അതിൽ എല്ലാ പേപ്പേഴ്സും ടിക്ക് ചെയ്തു. ലൈക്ക് 9 നമുക്ക് പേപ്പേഴ്സ് എല്ലാ വരെ. പേപ്പേഴ്സ് നിങ്ങളുടെ എൻട്രി റൂട്ട്, എടാ നിങ്ങൾ എക്സാംസ് കംപ്ലീറ്റ് ചെയ്ത ആളല്ലോ. യുവർ എൻട്രി റൂട്ട് ഇസ് ഡിഫറെന്റ്. ACCA ക്വാളിഫിക്കേഷനിൽ എക്സംഷനിൽ വേറെ ഇതുണ്ടോ നോക്കിയേ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇല്ല, എക്സംഷൻ റൂട്ടും സെയിം തന്നെയായിട്ടാണ് കിടക്കുന്നത്. സോ നിങ്ങൾക്ക് ഫൈനൽ ആ മൊഡ്യൂൾ മാത്രം എഴുതേണ്ടി വരത്തുള്ളൂ. ഓക്കെ, ഓക്കെ. ആൻഡ് ഓൾസോ ഇപ്പൊ ഞാനൊരു ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് ഈ ഓഗസ്റ്റ് വരെ ഉണ്ട്. സോ ഇറ്റ്സ് ലൈക്ക് 13 months ഇന്റേൺഷിപ്പ് ആണ്. സോ അതും ആ 13 months പ്ലസ് ഈ ഇപ്പൊ സാറ് പറഞ്ഞ ആ ഒരു ലാസ്റ്റ് ഒരു നമുക്ക് ഇത്ര 6 monthsന്റെ ഒരു മൊഡ്യൂൾ എക്സംഷൻ ഇത് കിട്ടുമെന്ന് പറഞ്ഞിരുന്നല്ലോ എക്സ്പീരിയൻസിൽ. സോ 13 പ്ലസ് ആ 6, സോ വിച്ച് മീൻസ് 19 months എക്സ്പീരിയൻസ് ആകുമോ അടുത്ത സെപ്റ്റംബർ ആകുമ്പോഴത്തേക്കും? ഇല്ല. ഇത് നിങ്ങൾ എക്സ്ട്രാ പർച്ചേസ് ചെയ്യണം, വെറുതെ കിട്ടത്തില്ല. ഈ ഓപ്ഷണൽ എംപ്ലോയബിലിറ്റി മൊഡ്യൂൾസ് നിങ്ങൾ ACCയുടെ കയ്യിൽ പർച്ചേസ് ചെയ്യണം. ബുക്ക് ചെയ്ത് എക്സാംസ് ഒക്കെ ബുക്ക് ചെയ്യുന്ന പോലെ അത് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്ക് അതിനകത്ത് അത് കംപ്ലീറ്റ് ചെയ്യണം, എക്സാംസ് കംപ്ലീറ്റ് ചെയ്യണം. EPSM മോഡൽ കംപ്ലീറ്റ് ചെയ്യുന്നത് പോലെ എങ്കിൽ മാത്രമേ അത് വരത്തുള്ളൂ. ആൻഡ് നിലവിൽ ഇപ്പം അത് കൊടുത്തിട്ടില്ല, അത് അവർ കൺസിഡർ ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ബട്ട് സ്റ്റിൽ ആ ടൈം ലൈൻ നമുക്ക് കുറഞ്ഞു കിട്ടത്തില്ലേ? ലൈക്ക് ആ ടൈം ലൈനിൽ 19 ഇപ്പോഴും months. കൺഫർമേഷൻ വന്നിട്ടില്ല. ടൈം ലൈൻ ഭാവിയിൽ നമ്മൾ 6 months വരെ കൊടുക്കാൻ പ്ലാൻ ഉണ്ടെന്ന് മാത്രമേ പറഞ്ഞു വെച്ചിട്ടുള്ളൂ. കാരണം ഇപ്പോഴും ഈ ഓപ്ഷണൽ മൊഡ്യൂളിന്റെ സിലബസും കാര്യങ്ങളൊന്നും അവർ പുറത്തു വിട്ടിട്ടില്ല. ഓൾറൈറ്റ്, ഓക്കെ. ഓക്കെ, ഓക്കെ, താങ്ക് യു സർ. വേറെ സാറേ, ഞാൻ നേരത്തെ മെസ്സേജ് അയച്ചായിരുന്നു. ജിമ്മി എന്നാണ് പേര്. അപ്പം ഞാൻ ഓഡിറ്റിലാണ് എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളത്. ഞാൻ ഒരു തവണ ഓഡിറ്റ് അറ്റംപ്റ്റ് ചെയ്തതാണ്. അപ്പൊ എനിക്കത് പാസ്സാകാൻ പറ്റിയില്ല. ഇപ്പൊ ഇൻ കേസ് എനിക്കത് ആ സമയം കൊണ്ട് പാസ്സാകാൻ പറ്റിയില്ലെങ്കിൽ അത് എങ്ങനെയെങ്കിലും അത് ഞാൻ ഓഡിറ്റിൽ മാത്രമേ എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളൂ. അപ്പൊ അത് എന്റെ കരിയറിൽ എങ്ങനെയായിരിക്കും അതിന്റെ പ്രോഗ്രഷൻ ഇൻ കേസ് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ? നിലവിൽ നിങ്ങളുടെ ഏത് പേപ്പറാണ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തത്? ഓപ്ഷണൽസിൽ ഏത് പേപ്പറാണ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഡീറ്റെയിൽഡ് ഒന്നും ആയിട്ടുള്ള നമ്മുടെ എംപ്ലോയീസ് ചെക്ക് ചെയ്യുന്ന ഇവൻ ACCA എന്നാണ് ചോദിക്കുന്നത്.
ഈ എക്സാംസ് പാസ്സാവുന്നതും നോളജും തമ്മിൽ ചെറിയ വ്യത്യാസം എന്തായാലും ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ നോളജിൽ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഇന്റർവ്യൂ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ബട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം പല കൺട്രീസിലും എസ്പെഷ്യലി ഇപ്പോൾ UK എടുക്കുകയാണെങ്കിൽ UK ഒരു ഓഡിറ്റ് ലൈസൻസ് നമ്മുടെ പേരിൽ സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ കമ്പൽസറി ആണ് UK ടാക്സേഷൻ പേപ്പറും കംപ്ലീറ്റ് ചെയ്യണം, നമ്മുടെ ഓഡിറ്റ് പേപ്പറും കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും? ആ പേപ്പർ നമ്മൾ പിന്നീട് നിങ്ങൾ എഫിലിയേറ്റ് ആയതിനു ശേഷം പിന്നീട് അല്ലെങ്കിൽ മെമ്പർ ആയതിനു ശേഷം അത് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ഒരു സമയം എത്തുവാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എക്സാംസ് എഴുതാം. ഇപ്പൊ ഞാൻ AAA പേപ്പർ ഓഡിറ്റ് പേപ്പർ എഴുതില്ല, ഡബിൾ എഴുതി, ബട്ട് AAA എഴുതില്ല. ഓപ്ഷൻസിൽ AFM APM എഴുതിയത്. എന്റെ ഫസ്റ്റ് ജോബ് ഞാൻ EY ഓഡിറ്റർ ആയിട്ടാണ് കയറിയിരുന്നത്. AA നോളജ് വെച്ച് ഞാൻ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ ക്രാക്ക് ചെയ്തു. അപ്പൊ നോളജ് ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്താൻ നിങ്ങളുടെ കരിയർ പാത്ത് ഏതാണെന്ന് നോക്കുക. ഇഫ് യു ആർ നോട്ട് പ്ലാനിങ് ടു ടേക്ക് COP ഒന്നും എടുക്കാതെ തന്നെ വേറെ ഒരുപാട് ഓഡിറ്റ് ഫേമിൽ നല്ല റോളിൽ തന്നെ എക്സിക്യൂട്ടീവ് റോളിൽ തന്നെ നമുക്ക് വർക്ക് ചെയ്യാനൊക്കെ പറ്റും. അപ്പൊ നിങ്ങളുടെ കരിയർ പാത്ത് ഏതാണെന്ന് നോക്കി അത് ഇപ്പോഴും ചിലപ്പോൾ തിരിച്ചറിയില്ല. ഇനി മുന്നോട്ട് പോയിട്ടാണെങ്കിൽ അത് വേണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് എഴുതാം? ഈ എക്സാംസ് എഴുതാം കേട്ടോ. സോ മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ പ്ലാൻ ചെയ്ത ആ ഒരു 1 hour ഇവിടെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവുകയാണ്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇതിന്റെ ഒരു ഒബ്ജക്റ്റീവ് ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്താം. ഒബ്ജക്റ്റീവ് എന്താണെന്ന് ഓർമ്മപ്പെടുത്താം. സിലബസിൽ അപ്ഡേറ്റ് വരുന്നുണ്ട്, ചേഞ്ചസ് വരുന്നുണ്ട്. ചേഞ്ചസ് വരുമ്പോൾ നമ്മൾ ആരും പാനിക് ആകേണ്ട ആവശ്യമില്ല. ACC ഒരുപാട് റിസർച്ച് നടത്തിയിട്ട് നമ്മുടെ എല്ലാവരുടെയും കരിയർ പ്രോഗ്രഷന് വേണ്ടിയിട്ടാണ് ഈ ചേഞ്ചസ് വരുത്തുന്നത്. അപ്പം എന്ത് ചെയ്യരുത്? പുതിയ സിലബസ് വരാൻ വേണ്ടി കാത്തു നിൽക്കേണ്ട. സിലബസിൽ കംപ്ലീറ്റ് റീവാമ്പോ കാര്യങ്ങളോ അല്ല, പോളിഷ് മാത്രമാണുള്ളത്. അത് നിങ്ങൾ എന്ത് ചെയ്യേണ്ട? അത് കണ്ടിട്ട് ഒരു ഇയർ അല്ലെങ്കിൽ ഒരു ഇയറും മറ്റൊരു സിറ്റിയും കൂടി വെയിറ്റ് ചെയ്ത് വെറുതെ നമ്മുടെ കരിയർ സ്ലോ ഡൗൺ ചെയ്യരുത്. നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്ന പേപ്പേഴ്സ് അതുപോലെ തന്നെ വേഗം വേഗം പഠിച്ച് കംപ്ലീറ്റ് ആക്കി എത്ര നേരത്തെ പഴയ സ്ട്രക്ചറിലായിക്കോട്ടെ പുതിയ സ്ട്രക്ചറിലായിക്കോട്ടെ ഏതാണോ നിങ്ങൾ നേരത്തെ അച്ചീവ് ചെയ്യാൻ പോകുന്നത്, എത്ര നേരത്തെ ഏതാണെന്നുള്ളത് കംപ്ലീറ്റ് ആവുന്നത്, അത് നിങ്ങൾ എന്ത് ചെയ്യുക? ആ റൂട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഓക്കെ, സോ ഓൾ ദി വെരി ബെസ്റ്റ്. നമ്മൾ ഇനിയും ഇതിന്റെ സെഷൻസ് പോകെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്താനും കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ഓരോ പേപ്പറിനെയും നമുക്ക് എന്ത് ചെയ്യാം? ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ചേഞ്ചസും കാര്യങ്ങളും സംസാരിക്കാം. അതൊക്കെ 2027 ആ സെഷന്റെ സമയത്ത് മതി. ഇപ്പോഴും ഞാൻ എല്ലാ പേപ്പറും 1 by 1 പറഞ്ഞില്ലല്ലോ. കൂടുതൽ ചേഞ്ചുള്ള SBR ഒന്ന് നോക്കി, കൂടുതൽ ചേഞ്ചുള്ള പുതിയ ഡേറ്റ സയൻസിന്റെ പേപ്പർ നമ്മളൊന്ന് കൂടുതൽ നോക്കി. അതിൽ കുറച്ച് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തത്. അതിന് വളരെ ഡീറ്റെയിൽ ആയിട്ട് പോയില്ല, ജസ്റ്റ് പേരുകൾ മാത്രമേ വായിച്ചിട്ടുള്ളൂ. ബട്ട് പോകെ ഇതിന്റെ കണ്ടിന്യൂഷൻ സെഷൻസ് ഉണ്ടാകും. അപ്പൊ കുറച്ചുകൂടി ക്ലാരിറ്റി വരും. ഓക്കെ, സോ ഓൾ ദി വെരി ബെസ്റ്റ് എല്ലാവർക്കും. ആൻഡ് ഇന്ന് ഈസ്റ്റർ ഡേ ആയിരുന്നു. എല്ലാവർക്കും ഈസ്റ്റർ വിഷസ് നേരുന്നു. നമുക്ക് എന്ത് ചെയ്യാം? എല്ലാവർക്കും ഒന്നിച്ച് വർക്ക് ചെയ്ത് നല്ലൊരു കരിയർ നമുക്ക് പടുത്തുയർത്താം. താങ്ക് യു ഓൾ. താങ്ക്സ് ഫോർ ജോയിനിങ് ദിസ് സെഷൻ. See you in next live and next sessions. Bye bye. Take care everyone.